എന്താണ്? ഒന്ന്, നമ്മുടെ AA അംഗങ്ങൾക്കിടയിൽ തുല്യത ഉറപ്പാക്കുക. മദ്യാസക്തിയിൽ നിന്നും മോചനത്തിനായിട്ടുള്ള ഐക്യം നിലനിർത്തുന്നതിനുമായിട്ട് അനോണിമിറ്റി നമ്മുടെ ആത്മീയമായ അടിത്തറയായിട്ട് മാറിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് എല്ലാ പാരമ്പര്യങ്ങളും നമ്മൾ നിലനിൽക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇടയിൽ ഐക്യത്തിൽ പ്രവർത്തിക്കാനാണ്. പല രീതിയിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, പല സ്വഭാവത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ ആ കൂട്ടായ്മയിൽ നമ്മൾ എന്ത് വേണം? നമുക്ക് ഐക്യത്തിൽ നിൽക്കണം, തുല്യത ഉറപ്പാക്കണം. വർഷങ്ങളായിട്ട് AA വന്നിട്ടുള്ള ആളുകളുണ്ട്, ഇന്ന് കടന്നു വന്ന ആളുകളുണ്ട്. ഇനി എന്താ പറയുക, AA കുറിച്ച് പല രീതിയിലും കയറി ഇറങ്ങി നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെ ആണെങ്കിൽ പോലും അവരും ഒരേപോലെ തന്നെയാണ്. അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ കൂട്ടായ്മയിൽ, അത്രേ ഉള്ളൂ. പല ജോലിയിലുള്ള ആളുകളുണ്ട്, പല സമൂഹത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ എയുടെ മീറ്റിങ്ങിന്റെ ഉള്ളിൽ എന്താണ്? നമ്മൾ തുല്യരാണ്. നമ്മൾ പറയാറുണ്ട്, പൊതുസമൂഹത്തിന്റെ ഇടയിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ വിലയുണ്ട്. ഒരു പോലീസുകാരനാണെന്ന് പറഞ്ഞ് പോലീസുകാരൻ നമ്മുടെ മീറ്റിങ്ങിന് വരുമ്പോൾ അയാൾ നമുക്ക് പേര് വിളിക്കാം, പക്ഷെ മീറ്റിങ്ങിന്റെ പുറത്ത് നമ്മൾ അയാളുടെ തോളത്ത് കൈയിടാനോ അയാളുമായിട്ട് വേറെ രീതിയിൽ ബന്ധം ഉണ്ടാക്കാനോ നമ്മൾ നിൽക്കാറില്ല. ആരാണെങ്കിലും അവിടെ മീറ്റിംഗ് ഹാളിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ അംഗമാണ് എന്നുള്ള മനോഭാവമാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. നമ്മുടെ ഇടയിൽ ഐക്യം നിലനിർത്തണം, അതേപോലെ നമ്മൾ തുല്യരാണ് എന്നുള്ള സന്ദേശമുണ്ട്. പിന്നെ നമ്മൾ ഈ മദ്യാസക്തിയിൽ നിന്ന് മോചനം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അനോണിമിറ്റിയെ അല്ലെങ്കിൽ അനാമധേയത്വത്തെ നമ്മുടെ പാരമ്പര്യങ്ങളുടെ ആത്മീയമായിട്ടുള്ള അടിത്തറയായിട്ട് നിലകൊള്ളുന്നത്. അപ്പോ 1948 നമ്മുടെ ബിൽ വിൽസൺ എഴുതിയത് അനോണിമിറ്റി നമ്മുടെ പാരമ്പര്യങ്ങളുടെ ആത്മീയ അടിസ്ഥാനമാണെന്ന് എഴുതി. മാത്രമല്ല, അനോണിമിറ്റി എന്ന് പറയുന്നത് ബാക്കി പാരമ്പര്യങ്ങൾ, നമ്മുടെ ഒന്നാമത്തെ പാരമ്പര്യങ്ങളിലേക്ക് തന്നെ എത്തുന്ന 12 നിന്ന് മുതൽ ബാക്കി എല്ലാ പാരമ്പര്യങ്ങളിലേക്കുമുള്ള താക്കോലാന്നാണ് പറഞ്ഞത്. അനോണിമിറ്റി നമ്മൾ പാലിക്കുന്നതിലൂടെ മറ്റ് എല്ലാ പാരമ്പര്യങ്ങളിലേക്കും നമുക്ക് എത്താനും ഐക്യത്തോടു കൂടി തന്നെ കൂട്ടായ്മയിൽ നിൽക്കാനുമായിട്ട് നമുക്ക് സാധ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സുപ്രഭാതത്തിൽ ബിൽ വിൽസൺ ആ രീതിയിൽ തീരുമാനത്തിലെത്തിയതല്ല. നിരവധി വിലകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു പാരമ്പര്യത്തിന്റെ കാര്യം നമ്മൾ പഠിക്കാനായിട്ട്. നമുക്കറിയാം, ഇത് ഈ പാരമ്പര്യം ഉണ്ടായതിന്റെ ഭാഗമൊക്കെ വളരെ കൃത്യമായിട്ട് ഹൗ ഇറ്റ് ഡെവലപ്ഡ് എന്ന് പറയുന്ന നമ്മുടെ പാംപ്ലെറ്റിൽ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു പാരമ്പര്യം ഉണ്ടായെന്നുള്ളത്. അപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്വയം വെളിപ്പെടുത്താതിരിക്കാൻ, അതോടൊപ്പം ജാഗ്രതയ്ക്കുമായിട്ടാണ് ഈ പാരമ്പര്യം നിലകൊള്ളുന്നത്. ഒരു പുതുതായിട്ട് കടന്നു വരുന്ന ഒരാള് അയാള് ഏക്കാരനാണ് എന്ന് അറിയപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യ പരിഗണന കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോ അയാള് ഏക്കാരനാണ് എന്ന് അറിയപ്പെടാതിരിക്കാൻ പ്രധാന പരിഗണന കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിന് എയുടെ ഒരു പരിപാടി നമ്മൾ പറയാറുണ്ട്. പരിപാടി റെക്കോർഡ് ചെയ്തിട്ട് എയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. എയുടെ വാട്സപ്പ് ഗ്രൂപ്പ് പരിപൂർണമായിട്ട് ക്ലോസ്ഡ് ഗ്രൂപ്പാണോ? എൻ്റെ അഭിപ്രായത്തിൽ എയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ക്ലോസ്ഡ് ഗ്രൂപ്പ് അല്ല. എക്കാരാണെങ്കിലും ഫാമിലി കയറാറുണ്ട്. ഇത് വാട്സപ്പ് തന്നെ നമ്മൾ പറയാറുണ്ട്, വാട്സപ്പ് എന്ന് പറയുന്നത് വേറെ ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ പേയ്മെന്റ് കൊടുത്ത് എടുക്കുന്ന ഒരു വസ്തുവല്ല, മൂന്നാമത്തെ ഒരു സാധനമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളെ കുറിച്ചുള്ള ഗൈഡ് ലൈനിൽ കൃത്യമായി പറയുന്നുണ്ട്, നമ്മുടെ അനോണിമിറ്റി പാലിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമൊന്നുമല്ല. ഇതൊരാളുടെ മൊബൈലിലാണ് റെക്കോർഡാവുന്നത്. ഒരാളുകൾ അവിടെ ടോക്കൺ മേടിക്കുന്ന പരിപാടിയുണ്ട്, ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് റെക്കോർഡാവുന്നു. ഈ വീഡിയോ പുറത്തു പോകാനുള്ള സാധ്യത ഉണ്ട്. തീർച്ചയായിട്ടും വേറെ ആളുകൾ കാണും, ഭാര്യമാര് കാണും. ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം അനോണിമിറ്റിയുടെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ, ഇത് കാണുന്ന ഭാര്യമാരാ ഇന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുക, റെക്കോർഡ് ചെയ്ത് കാണുക, അവനും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുക. ഒരു പുതുമക്കാരന് അത് ബുദ്ധിമുട്ടാണ്. അവൻ അറിയപ്പെടാൻ ആഗ്രഹമില്ലെങ്കിൽ 1983 ജനറൽ സർവീസ് കോൺഫറൻസ് ഈവൻ
നമ്മുടെ പരിപാടിയിൽ സംസാരിക്കുന്ന ആളുകളുടെ വീഡിയോ പോലും റെക്കോർഡ് ചെയ്യരുത് എന്ന് നമ്മൾ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം അതാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ മുഖേന മറ്റുള്ളവരുടെ അനോണിമിറ്റി പോകുന്നു. ഒരു പരിപാടിയുടെ പോസ്റ്ററിൽ കളർ ചിത്ര ഫോട്ടോ അടക്കം ഇട്ടിട്ട് ഇടുന്നു. ആ പരിപാടിയുടെ വീഡിയോ പുറത്തേക്ക് വരുന്നു. അതിൽ വരുന്ന ആളുകൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഒരു കാരണവുമില്ലാതെ അയാളുടെ അനോണിമിറ്റി നമ്മൾ ബ്രേക്കപ്പ് ചെയ്യല്ലേ? എന്തിനാണെന്ന് പറയേണ്ട കാര്യം? ആ പുതുമക്കാരനെ കുറിച്ച്. അതുകൊണ്ടല്ലേ ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് നമ്മൾ എവിടെയെങ്കിലും ഒരാൾക്ക് സന്ദേശം കൊടുക്കാൻ പോകുമ്പോൾ ആ സന്ദേശം കൊടുക്കുന്ന ആളോട് അപ്പുറത്തെ വീട്ടിലെ ആളുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാൻ പാടില്ല. അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് താല്പര്യം ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്, അത് നിങ്ങൾക്കൊക്കെ അറിയോ ഇന്ന ആള്, അയാൾ ഈ മീറ്റിങ്ങിൽ ഉണ്ട് കേട്ടോ. ഒരിക്കലും പറയരുത് അത്. അയാൾ അവിടെ വന്ന് കണ്ടോട്ടെ. കാരണം പല ആളുകൾ നമ്മൾ പറയില്ലേ, സിനിമയ്ക്ക് പോകുന്ന പോലെ കള്ളുഷാപ്പിൽ എത്തുന്ന പോലെയാണ്. അത് അയാളും ആ കാര്യത്തിനല്ലേ വന്നത് എന്ന് ചോദിക്കുന്ന പോലെയാണ് മീറ്റിങ്ങിൽ ഒരേ നാട്ടിലുള്ള അടുത്ത വീട്ടിലെ ആളുകളെ കണ്ടാൽ എന്താ ചെയ്യാന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതാണ്. ഒരു കാരണവശാലും വാട്സപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ ഒട്ടും, ഫേസ്ബുക്ക് അടക്കം ഒട്ടും ഇടാൻ പറ്റില്ല. നമുക്കറിയാം. വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലും, അതിലെങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ ഗ്രൂപ്പിലെ പരിപാടികളുടെ വീഡിയോ എടുത്തിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. അത് എയുടെ ക്ലോസ്ഡ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും എയുടെ ക്ലോസ്ഡ് ഗ്രൂപ്പ് അല്ല. എയുടെ ക്ലോസ്ഡ് ഗ്രൂപ്പ് പാസ്വേഡിനാൽ സംരക്ഷിതമാകുന്ന ഒന്നാണ്. സൈറ്റുകളുണ്ട്, പെയ്ഡ് ആയിട്ടുള്ള സൈറ്റുകളുണ്ട്. ആ സൈറ്റിൽ നമുക്ക് ഈ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ഏക്കാരന് കയറാൻ പറ്റും. ക്ലോസ്ഡ് മീറ്റിംഗ് അല്ലാതെ ഇന്റർനെറ്റിൽ നടക്കുന്ന ക്ലോസ്ഡ് മീറ്റിംഗ് എങ്ങനെയാ? വിദേശ മീറ്റിങ്ങിലൊക്കെ വീഡിയോ നമ്മൾ ഓൺ ആക്കും, പരസ്പരം ഇരിക്കുന്നത് കാണാൻ പറ്റും. അതല്ലാത്ത ആൾക്കാരെ അവർ ഔട്ട് ചെയ്യാറുണ്ട് പുറത്ത്. അങ്ങനത്തെ മീറ്റിങ്ങുകളുണ്ട് ഇവിടെ. അതല്ലാത്ത ഒരു മീറ്റിംഗും ക്ലോസ്ഡ് അല്ല. എയുടെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് അനോണിമിറ്റി ഇല്ല. ഇത് പല ആളുകളുടെ കയ്യിലൂടെ പോകുന്ന സാധനമാണ്. ഇതിലെ പല നമ്പേഴ്സും പല ആളുകൾക്കും അവർ അല്ലെങ്കിൽ പണ്ട് കാലത്ത് ആഡ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. അവരും ഉണ്ടാവും നമ്മുടെ മീറ്റിങ്ങിൽ. നമുക്കറിയില്ല അവർ ഏക്കാരാണോ എന്ന് പോലും അറിയില്ല. പല നമ്പറും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബ്രോഡ്കാസ്റ്റുകളൊക്കെ നമ്മൾ പരിശോധിക്കാതെ ആളുകൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ മരണപ്പെട്ട ആളുകളുടെ മക്കൾക്ക് വാട്സപ്പ് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട്. പിന്നീടാണ് അറിയുന്നത് ഈ അംഗം മരണപ്പെട്ടെന്നും അദ്ദേഹത്തിന്റെ മകളായിരുന്നു ഈ സന്ദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പിന്നീട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം ജാഗ്രത ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അനോണിമിറ്റിയുടെ കാര്യത്തിൽ പാലിക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കാരണം മറ്റുള്ളവരുടെ അനോണിമിറ്റി കൂടി ബ്രേക്കപ്പ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ ആത്മീയമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് പുതുമക്കാരന്റെ അനോണിമിറ്റി. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ഒരാള്, നമ്മുടെ മാത്രമല്ല, നമ്മൾ പറയാറില്ല എനിക്ക് അനോണിമിറ്റി ഒന്നുമില്ല, തെറ്റാണത്. നമ്മുടെ കൂട്ടായ്മയുടെ ഒന്നാമത്തെ പാരമ്പര്യത്തിന് വേണ്ടി ഞാൻ പാലിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ചെയ്യേണ്ട ത്യാഗം കൂടിയുണ്ട് അവിടെ. വേറെ ആളുകൾ ഉണ്ടാവുമല്ലോ. ഞാൻ അനോണിമിറ്റി ലംഘിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കൂടി ആ രീതിയിൽ അറിയപ്പെടാനുള്ള കാരണമാകും. അപ്പോൾ ഒരു പുതുമക്കാരനായി വരുന്ന ആള്, അയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് ആദ്യ പരിഗണനയാണ്. അതാണ് ആത്മീയമായിട്ടുള്ള പ്രാധാന്യത്തിൽ ആദ്യത്തെ കാര്യം വരുന്നത്. അതാണ്. രണ്ടാമത്തെ കാര്യം, പൊതുസമൂഹത്തില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് ദുരുപയോഗം ചെയ്യാൻ ആൾക്കാർക്ക് പറ്റും. അതില്ലാതിരിക്കാൻ ഏകാരനാണ് എന്നറിയപ്പെടുക. ഞങ്ങള് മദ്യാസക്തിയുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ എയുടെ പേരിൽ വല്ല സംഭാവനകൾ പിരിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, പല രീതിയിൽ ചൂഷണങ്ങൾ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റും ആൾക്ക്. അതേപോലെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതിരിക്കാൻ തീർച്ചയായിട്ടും എയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരമായ താല്പര്യത്തിന് ശ്രമിക്കാതിരിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അവിടെയാണ് വ്യക്തി താല്പര്യങ്ങൾക്കുപരിയായി നമ്മൾ വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടായ്മയാണ് എന്ന് പറയുന്നത്. വ്യക്തികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പുതുമക്കാരന് അവന്റെ എല്ലാവിധ രീതിയിലുമുള്ള സംരക്ഷണം ഈ കൂട്ടായ്മ കൊടുക്കുന്നുണ്ട്. എല്ലാവിധമായിട്ടുള്ള സ്വാതന്ത്ര്യവും ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വേറൊരു കൂട്ടായ്മയില്ല. അതോടൊപ്പം തന്നെയാണ് വ്യക്തികൾ ആള് കളിക്കാതിരിക്കാൻ, വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കാൻ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് ഗ്രൂപ്പിനെ കൊണ്ടുപോകാതിരിക്കുക എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം ഈ ഒരു പാരമ്പര്യം നമ്മളെ വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഏതെങ്കിലും ഒരു വ്യക്തി
ഒരു ബിംബമായിട്ട് ഉയർന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ തകർച്ചയോട് കൂടിയിട്ട് എന്തുണ്ടാവും? ആ പ്രസ്ഥാനം തകർന്നു പോകാറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് അങ്ങനെയല്ല, ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാര്യമല്ല. ഇത് തത്വമാണ്, നമ്മുടെ പ്രയാമ്പിളാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെ വ്യക്തമാക്കുന്നത്. എന്താണ് നമ്മുടെ പ്രാഥമികമായ ഉദ്ദേശം? മദ്യരഹിതമായ സുബോധാവസ്ഥ നിലനിർത്തുന്നു, മറ്റുള്ളവരെ അതിനായിട്ട് നമ്മൾ സഹായിക്കുന്നു. അത് നമ്മളെ ഓരോ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് വേറെ ആൾക്കാർക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സ്വഭാവത്തെക്കുറിച്ച് ഫ്രോയിഡ് പറയാറുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു ഇഡുണ്ട്. അതിങ്ങനെയാണ്, നമുക്ക് നമ്മുടെ ക്രൂരമായ സ്വഭാവമായിരിക്കാം, മറ്റുള്ളവർ നമ്മൾ പബ്ലിക്കലി കാണിക്കുന്ന ഒരു സ്വഭാവമല്ല അത്. നമ്മുടെ എല്ലാം ഉള്ളില് ക്രൂരമായിട്ടുള്ള ഒരു മനസ്സുണ്ട് പല രീതിയിൽ. അതേപോലെ ചൂഷണങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ പറ്റിക്കുക, ഇതെല്ലാം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പല രീതിയിൽ അത് പുറത്തേക്ക് വരാതിരിക്കുകയാണ്. അത് നമ്മളെ തന്നെ അത്തരം തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ, നമ്മൾ തന്നെ നമ്മുടെ കൂട്ടായ്മയെ മോശമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ, നമ്മുടെ രോഗത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുക, നമ്മുടെ ആളുകളെ ഓർമ്മപ്പെടുത്താനും ഈ അനോണിമിറ്റി എന്ന് പറയുന്ന പാരമ്പര്യം നിലനിൽക്കുന്നു. അതുല്യമായ ഈ തത്വത്തിന്റെ വിശാലമായ സാധ്യതകളുണ്ട്. ആ തത്വത്തെ എന്ത് ചെയ്യണം? ഞാൻ ഉപയോഗപ്പെടുത്താനുള്ള തയ്യാറെടുപ്പ് നടത്തണം. പിന്നെ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ ആണിക്കല്ലായിട്ട് നമ്മൾ ഇതിനെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ആത്മീയമായിട്ടുള്ള തലം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്വയം നമ്മളൊരു സംഭവമാണ് എന്ന ഒരു ഭാവം ഉണ്ടല്ലോ, അതിനെ നിരാകരിക്കലാണ്. നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, അഭിമാനബോധം സന്തുലിതമാക്കാൻ പറയാറുണ്ട്. നമ്മുടെ രോഗത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താ അറിയോ? നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ആൾക്കാർ, നമ്മുടെ ഈഗോ ഹേർട്ടാവും. മറ്റുള്ളവരുടെ ഈഗോ ഹേർട്ടാവുന്നതിനെതിരെ നമുക്ക് നന്നായി പറയാൻ പറ്റുകയും, നമ്മുടെ ഈഗോ ഹേർട്ടാവുമ്പോൾ നമ്മൾ തകർന്നു പോവുകയും ചെയ്യും. വളരെ നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ തകർന്നു പോകുന്ന ആളുകളാണ്. അങ്ങനത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലായിടങ്ങളിലും നമുക്ക് ആളാവണം, നമ്മളെ അംഗീകരിക്കണം എന്നുള്ള സ്വഭാവമുണ്ട്. അവിടെ നമ്മൾ എന്താണ്? സ്വയം നമ്മുടെ ആളുകൾക്കെതിരെ നമുക്ക് വേണ്ട, നമ്മൾ ഈ ഒരു സ്ഥാനം നിരസിക്കുകയാണ്, വേണ്ട, ഞാൻ എളിമയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ പ്രാധാന്യപ്പെട്ട അനോണിമിറ്റിയുടെ ആത്മീയമായ ഒരു തലമായിട്ടാണ് പറയുന്നത്. നമ്മുടെ ആളുകളെ നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യുന്നു? കരുതിയിരിക്കുന്നു. പിന്നെ അനോണിമിറ്റിയെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അനോണിമിറ്റി അല്ലെങ്കിൽ അനാമധേയത്വം എന്ന തത്വം പ്രായോഗികമാക്കാം എന്ന കാര്യത്തിൽ അംഗങ്ങൾക്കൊപ്പം പുറത്തുള്ളവരും പല രീതിയിൽ ആശങ്കയുള്ള ആൾക്കാരാണ്. പത്രങ്ങൾക്കൊക്കെ ആദ്യകാലത്ത് വലിയ ആശങ്കയായിരുന്നു, എങ്ങനെയാ ഇവര്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയണമെന്നൊക്കെ. പിന്നീട് നല്ല മാതൃകയായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഇപ്പോൾ അടുത്തൊക്കെ നമ്മൾ കാണുന്നില്ലേ, വിഷയാവതരണങ്ങളിലൊക്കെ നമ്മൾ ഈ പേരുകൾ വെക്കാറുണ്ട്. പണ്ട് കാലത്ത് പല പഴമക്കാരും പറയാറുണ്ട്, നമുക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അംഗം എന്ന് വെക്കാറുണ്ട്. അത്ര അംഗങ്ങളുടെ ആരുടെയും പേരുകൾ എഴുതാറില്ല. ഇപ്പൊ അത് പലപ്പോഴും വരാറുണ്ട്. മാത്രമല്ല, വളരെ തെറ്റായ ഒരു കാര്യം, നമ്മുടെ സ്ട്രക്ചറൽ സർവീസിന്റെ ഭാഗമല്ല നമ്മുടെ വാർഷികങ്ങളൊന്നും തന്നെ. ആ വാർഷികങ്ങളിൽ പോലും നമ്മൾ സർവീസിന്റെ പോസ്റ്റുകൾ, നമുക്കറിയാം നമ്മൾ വിശ്വസ്ത സേവകരാണ്, നമ്മുടെ ഓരോ സേവന എന്താ പറയുക ചുമതലകളും നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് ചെയ്യേണ്ട ആളുകളാണ്, അത് ചെയ്യാനായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അല്ലാണ്ട് അധികാരമായിട്ടല്ല നമ്മൾ ഇതിനെ കാണാറുള്ളത്. നമ്മൾ ഭരിക്കുന്ന പരിപാടി ഇല്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ സർവീസ് മീറ്റിങ്ങുകൾക്ക് മാത്രമാണ് സർവീസ് ചുമതലകളുടെ സ്ഥാനം എന്ന് പറയുന്ന കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഡെലിഗേറ്റ് ആവുന്നതോ ഏരിയ ചെയർമാൻ ആകുന്നതോ സ്ഥാനം പോയ ആളായിട്ട് മാറിയിട്ട് വീണ്ടും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതോ യാതൊരു പ്രാധാന്യമുള്ള കാര്യമല്ല. പലപ്പോഴും നമ്മുടെ വാർഷികങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇയാളുടെ പോസ്റ്റുകൾ എഴുതാറുണ്ട്, ഇന്ന ആള്, ഇന്ന ചെയർമാൻ. ഇതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പൊതുവായ രീതികളിൽപ്പെട്ട രീതിയല്ല. പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ മറ്റ് സംഘടനാ രീതികൾ നമ്മളിൽ കടന്നു വരും. അപ്പൊ നമുക്ക് തോന്നും ഈ ഒരു ചുമതല ചുമതലയുടെ ആളാണ് എന്ന് പങ്കെടുക്കരുത്, അറിഞ്ഞോട്ടെ. ഒരിക്കലും അതിന്റെ ആവശ്യമില്ലല്ലോ. പല ഈ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും നമ്മുടെ ഫെലോഷിപ്പിനെ പുകഴ്ത്തിയിട്ടുള്ളത്, അതിനെക്കുറിച്ച് പല പഴമക്കാരും പറയാറുണ്ട്.
ആ ഇത് വളരെ വ്യത്യസ്തമായൊരു പരിപാടിയാണല്ലോ, ഇതെന്താ അതിൽ പേരുകൾ എഴുതാത്തതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഒരു ചർച്ച നിന്ന്. അപ്പം പറഞ്ഞല്ല, ഞങ്ങൾ അനോണമിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് ഞങ്ങളെ. അപ്പോൾ അനോണമിറ്റിയുടെ ഏറ്റവും പ്രാധാന്യപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾ മറ്റുള്ള ആളുകളോട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയില്ല. നമ്മുടെ ആളുകൾ ഇതിൽ അംഗങ്ങളെല്ലാം തുല്യമായ രീതിയിലാണ്. അപ്പം അവിടെ വളരെയധികം അവർ ഭയങ്കര അത്ഭുതമായി അവർക്ക്. നമുക്ക് മീറ്റിങ്ങിന് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനം, അതേപോലെ അദ്ദേഹം തന്നെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ മതപരമായിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ചർച്ചിൻ്റെ ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം തന്നെ പിന്നീട് പല റെക്കമെൻഡേഷൻ ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ആളുകൾ ചെറിയ കസേര കിട്ടാനായിട്ട് മത്സരിക്കുന്ന സംഘടനകളാണ് ഇവിടെ. ഈർക്കിൽ സംഘടനകൾക്ക് പോലും, അല്ലെങ്കിൽ ആള് കളിക്കുന്ന ഓരോ സംഘടനകളിലും ആളാവാൻ വേണ്ടി മത്സരിക്കുന്നവരാണ്. ഇരിക്കാനായിട്ട് സീറ്റിന് വേണ്ടി മത്സരം, വേദികളിൽ സ്ഥലം ഉണ്ടാവില്ല പലപ്പോഴും ഇരിക്കാനായിട്ട്. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണമസിനെ പോലെയുള്ള ലോകമെമ്പാടുമുള്ള ഒരു ഫെലോഷിപ്പിലെ ആളുകൾ. വലിയൊരു ഫെലോഷിപ്പാണ് നമ്മൾ നോക്കുമ്പോൾ. എണ്ണത്തിൽ നമ്മൾ ചെറിയ ആളുകളൊന്നുമല്ല, ഇത്രയും ഭീമാകാരമായ സംഖ്യയുള്ള ഒരു ഫെലോഷിപ്പ്. നമുക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ a.org നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫെലോഷിപ്പ് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ വളരെ നിസ്സാരമായിട്ടൊക്കെ നമ്മുടെ പ്രാദേശികമായിട്ട് എണ്ണുമ്പോഴാണ് നമുക്ക് ആ എണ്ണം കിട്ടാത്തത്. പക്ഷേ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ആൽക്കഹോളിക്സ് അനോണമസിന്റെ സംഖ്യ ഇനിയും ആനുപാതികമായി മദ്യാസക്തരുടെ ഇടയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സ്വയം ത്യാഗത്തിലാണ്. ഇവിടെ പേരെടുക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ ഉപേക്ഷിക്കൽ കൂടിയാണ് എന്ന ആത്മീയമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൊതുസമൂഹത്തിലും വ്യക്തിപരമായ തലത്തിലൊക്കെ നമ്മൾ അനോണിമിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മാധ്യമങ്ങളൊക്കെ ആദ്യകാലത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, മാധ്യമങ്ങൾ വാർത്തകൾ എഴുതാനായിട്ട് ഇപ്പം ഇങ്ങനെ കൊടുത്താൽ എഴുതില്ല എന്ന്. പക്ഷെ അമേരിക്കൻ ഐക്യനാടുകളിലും മറ്റു സ്ഥലങ്ങളിലും സമൂഹം വളർന്നതും വികസിച്ചതും പൂവിട്ടതുമെല്ലാം ഈ ഒരു ആശയത്തിൽ നിന്നായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ആദ്യം കുറച്ച് സമയം മാത്രമേ ഇത് മനസ്സിലാവാനായിട്ട് പാടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വളരെ കൃത്യമായിട്ട് എന്താണ്, എയുടെ അനോണിമിറ്റി എന്താണെന്ന് പൊതുസമൂഹത്തിലെ പല ആളുകൾക്കും മനസ്സിലായി. അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ പത്രത്തിൽ വാർത്ത കൊടുക്കുന്ന ലേഖകരെ സംബന്ധിച്ചിടത്തോളം എഴുതാനുള്ള സ്ഥലം ഉണ്ടാവില്ല അവർക്ക്. ആകെ ഓരോ കോളം വാർത്തയ്ക്കും എഴുതാനുള്ള സ്ഥലം. അവിടെയാണ് ആര് പങ്കെടുക്കുന്നു, ആരെന്ത് ചെയ്യുന്നു എന്നതല്ല, ഈ ഒരു കാര്യത്തിനാണ്, നമ്മൾ പറയുന്ന പോലെ ആ തത്വത്തിനാണ് പ്രാധാന്യം. എന്താണ് എയുടെ പ്രവർത്തനം, നമ്മൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്? നമ്മുടെ PI പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഏതൊരു പ്രവർത്തനമായിക്കോട്ടെ, ഇതാണ്. ആദ്യകാലത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല, പിന്നീട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യില്ല ആൾക്കാർ. ഇങ്ങനെ ആള് കളിക്കാനല്ലാതെ ഒരു ഫെലോഷിപ്പിൽ ആളുകൾ, അവിടെ വ്യക്തികൾക്ക് ഒരു പ്രാധാന്യമില്ല എന്ന് പറയുന്നു, തത്വങ്ങളാന്ന് പറയുന്നു, അവിടെ ആര് പങ്കെടുക്കുന്നു എന്നുള്ളത്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. കോള് വന്നെനിക്ക്. ഓക്കെ. അപ്പോ ആ രീതിയിൽ വളരെ കൃത്യമായി തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്നുള്ള ആ ഒരു അറിയിപ്പുണ്ട്. അപ്പോൾ പൊതുസമൂഹത്തിൽ നമ്മുടെ പ്രാധാന്യം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആളുകൾ നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറും. അപ്പൊ അത്തരം ചോദ്യങ്ങൾ, പൊതുവായിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്താണ്? ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് വ്യക്തിഗതമായ അനാമധേയത്വം. ചോദ്യം ഇതാണ്: അംഗത്വത്തെ കുറിച്ച് പ്രിയപ്പെട്ടവരോട് പറഞ്ഞതിന് ശേഷം ഈ വിവരം മറ്റാരോടും വെളിപ്പെടുത്തരുതെന്ന് അവരോട് പറയാമോ എന്നാണ്. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മൾ എയിൽ പോകുന്നുണ്ട്, ഇത് ആരോടും പറയരുതെന്ന് അവരോട് പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോ തീർച്ചയായിട്ടും അത് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ട വീട്ടിലെ ആളുകളോടൊക്കെ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോടൊക്കെ അത് പറയാൻ പറ്റുമോ എന്നൊക്കെ. അത് വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങൾ വേണ്ടപ്പെട്ട വീട്ടിലെ ആളുകളോട് ഇത് പറയണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കസിനോട് പറയണോ, നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണോ, അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ചില സുഹൃത്തുക്കളോട് നമുക്കത് പറയേണ്ടി വരാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ
നമ്മളെ വീണ്ടും വീണ്ടും എന്നൊക്കെ വ്യക്തിപരമായിട്ട് എനിക്കത് പറഞ്ഞത് കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ നേരെ മറിച്ച് നാട്ടിൽ ഞാൻ ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മുടെ എന്താണ് അനോണിമിറ്റി എന്നറിയാതെ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് അറിയാതെ എൻ്റെ നാട്ടിലൊക്കെ ഞാനത് ലംഘിച്ച് നടന്നതിന്റെ ഫലം ഇന്നും എൻ്റെ ഒപ്പമുള്ള പല ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. അവരതിന്റെ ദുര്യോഗം പറഞ്ഞിട്ട് എനിക്ക് വിഷമമായിട്ടുണ്ട്. ഒരിക്കലും തിരുത്താൻ പോലും പറ്റാതെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന കാലക്രമേണത്തെ അത് മാറിപ്പോകും. നമ്മൾ അവിടുന്ന് മാറിയതിന് ശേഷം അവരൊക്കെ അത് മാറിയിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ നമ്മുടെ ഒപ്പം നടക്കുമ്പോൾ ഇവർക്കത് മനസ്സിലാവും. ഇവര് ഉണ്ട്. കാരണം എയുടെ കാര്യങ്ങൾ അവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞു. കാരണം റോട്ടിൽ കുടിച്ചു വീണ എനിക്ക് എക്കാരനാണെന്ന് പറയാൻ മടിയില്ലായിരുന്നു. അത് പക്ഷെ കുഴപ്പമുണ്ടാക്കി പല ആൾക്കാർക്കും. നേരെ മറിച്ച് എനിക്ക് പറയേണ്ട കാര്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഞാനത് എഴുന്നള്ളിച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒമാനിലൊക്കെ എത്തിയ സമയത്ത് എനിക്കത് പറഞ്ഞിട്ട് ഉപകാരം കിട്ടിയ ഒരു പരിപാടി എന്ന് പറഞ്ഞത്, വളരെ അടുത്ത സുഹൃത്തുക്കള് നിരന്തരമായിട്ട് എന്നെ മദ്യപിക്കാനായിട്ട് വിളിക്കുന്നു. പുള്ളിക്ക് അത് എന്താ ഇപ്പൊ കഴിച്ച എന്ന രീതിയിൽ എന്നോട് സംസാരിക്കുന്നു. അദ്ദേഹം നിരന്തരമായി വിളിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ടൂർ പോകാനുള്ള പ്ലാൻ എടുത്തു. അതിനു മുന്നേ എനിക്ക് എന്തോ ഒരു സംശയം തോന്നുകയും ഇദ്ദേഹം അത് പലപ്പോഴായിട്ടോ പിന്നെ നീ ചുമ്മാ ഇങ്ങനെ കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വെണ്ണമ്പിള്ളയെ കാണിക്കാനായിട്ട് നീ അത് കാണിക്കണ്ട എന്നൊക്കെയുള്ള ഡയലോഗ് അടിക്കുന്നുണ്ട് പുള്ളി. എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ ഡ്യൂട്ടിക്ക് പോയി. ഞാൻ അദ്ദേഹത്തോട് മദ്യാസക്തി എൻ്റെ രോഗത്തെക്കുറിച്ചും ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ഇതല്ല അവസ്ഥ എന്നും എങ്ങനെയാണെന്ന് ആ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് തന്നെ സോഷ്യൽ ഡ്രിങ്കറായ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ സത്യത്തില് അദ്ദേഹം വേറൊരു സുഹൃത്തുമായിട്ട് ജ്യൂസിൽ മദ്യം കലർത്തിയിട്ട് ആ ടൂറിൽ എന്നെ കഴിപ്പിക്കാനുള്ള പ്ലാനായിരുന്നു. എനിക്കറിയില്ല എന്താ ഉണ്ടാവുക എന്ന്. എന്തോ ഭാഗ്യത്തിന് ഞാൻ നന്ദി പറഞ്ഞു അദ്ദേഹത്തോട്. കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പലപ്പോഴായിട്ട് അദ്ദേഹം ഒരു തവണ അതിന്റെ വേറൊരു കുഴപ്പം എന്ന് പറഞ്ഞത്, അതിന്റെ ഒരു ദൂഷ്യഫലം ഉണ്ടായിട്ടുണ്ട്. വേറൊരു സ്ഥലത്ത് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് വിളിച്ചിട്ട് ഇവിടെ നിന്റെ കുടി നിർത്തിയ കഥ ഒന്ന് പറ എന്ന് എന്നോട് ആവശ്യപ്പെടുകയും അതെനിക്ക് വളരെ ദേഷ്യം ഉണ്ടാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. പിന്നീട് അദ്ദേഹത്തോട് പേഴ്സണലി പറഞ്ഞു, ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ചേട്ടൻ ഇത് പറയരുത്, ഇത്തരം പരിപാടികൾ ചെയ്യരുത്. ഞാൻ ചേട്ടനോട് പറഞ്ഞത് നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ എന്നുള്ള രീതിയിലാന്ന് പറഞ്ഞിട്ട്. അവിടെയൊക്കെ വ്യക്തിപരമായിട്ട് സുരക്ഷിതത്വത്തിനായിട്ട് പറയാം, വേണ്ടപ്പെട്ട ആളുകളോട് പറയും. അത് പുറത്തു പറയണ്ട എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന കാര്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, സുബോധവാനായതിനു ശേഷം എൻ്റെ മെച്ചപ്പെട്ട ബാഹ്യരൂപവും ജീവിതശൈലിയും സംബന്ധിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും കച്ചവട പങ്കാളികളും എന്തെങ്കിലും കമന്റ് പറഞ്ഞാൽ ഞാൻ ഏലാണ് എന്ന് അവരോട് പറയണമെന്നാണ്. അപ്പോ നമ്മൾക്ക് മാറ്റം ഉണ്ടാവുന്നു, ആളുകളൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്, പണ്ട് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് അവരോട് ഏലാണ് എന്ന് പറയണോ അല്ലെങ്കിൽ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ അവിടെ പറയുന്നത്, അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, സാധാരണയായി മദ്യാസക്തന്റെ അംഗത്വത്തെ കുറിച്ച് അറിയാൻ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ സന്തോഷമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും അടുത്ത ആളുകളോട് നമുക്കത് പറയാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ചോദിച്ചാൽ എങ്ങനെയാന്ന് പറയാൻ വേണമെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മദ്യപാനം എങ്ങനെ നിർത്തി എന്നുള്ള, മദ്യപാനം നിർത്തി എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മദ്യപാനം നിർത്തി എന്നുള്ളത് അപ്പോൾ കുറെ കാലം കഴിയുന്നവരെ കൂട്ടായ്മയിൽ എത്തിയിട്ട് മാറ്റിവെക്കുന്നത് നല്ലതാന്ന് പറഞ്ഞാൽ അതിന് കാരണം, പലപ്പോഴും നമുക്കറിയാം മദ്യാസക്തന്റെ ഒരു കുഴപ്പം, മദ്യാസക്തൻ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പരിപൂർണമായിട്ട് അവന് ബോധ്യം വരുന്നതിന് മുന്നേ അവൻ അതിനെക്കുറിച്ച് പൊക്കി പറയുന്ന സ്വഭാവമുണ്ട്. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലും നമുക്കതുണ്ടാവും. നമ്മുടെ ഫെലോഷിപ്പിനെ കുറിച്ച് നമ്മൾ ആദ്യ കാലത്തൊക്കെ ഭയങ്കരമായിട്ട് ആളുകളെ കുറിച്ചൊക്കെ നമ്മളത് പറയും. അതേപോലെ തന്നെ അപ്പൊ നമ്മൾ നല്ലത് പറയുമ്പോൾ അതൊരിക്കലും വരാതിരിക്കുകയും നമ്മുടെ നെഗറ്റീവ് പുറത്തേക്ക് വരികയും ചെയ്യാറുണ്ട്. കാരണം നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ വീണ് പോയി കഴിഞ്ഞാലൊക്കെ ആൾക്കാരെന്ത് ചെയ്യും, അവൻ വലിയ ഡയലോഗ് അടിച്ചതാ, ഇപ്പൊ കണ്ടോ ആൽക്കഹോളിക്സ് അനോണിമസ് എന്തൊക്കെ ഒരു സാധനം പറഞ്ഞു, കുടി നിർത്തുന്നവൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനം
എന്താ അവസ്ഥ ഉണ്ടോ? ഓ ഇതാ കുടിച്ച റോട്ടിൽ കാച്ചാല് കിടക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് നമ്മൾ നാളെ ചിലപ്പോൾ കുടി നിർത്തിയേക്കാം. കൂട്ടായ്മയിൽ വീണ്ടും നമ്മൾ വരും, അല്ലെങ്കിൽ വീണ്ടും കൂട്ടായ്മയിലേക്ക് കയറാതെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. കൂട്ടായ്മയിൽ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് പിന്നെ അവരോട് കുറിച്ച് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവർ വിശ്വസിക്കാറുണ്ടോ? ഇപ്പൊ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള ആളുകളോട് നമ്മൾ പല സത്യങ്ങൾ ഇടുമ്പോൾ ആളുകൾ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? കാരണം നമ്മൾ എത്രയോ സത്യങ്ങളും ഇനി ഉണ്ടാവില്ല എന്നുള്ളത് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് അതിഭാവുകത്വം നിറഞ്ഞ് സംസാരിക്കുന്ന ആളുകളാണ് മദ്യാസക്തര്. പക്ഷേ ഒരിക്കലും അത് പാലിക്കാനായി പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ പങ്കാളികളായിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളോട് കുടി നിർത്തി എന്നല്ലാതെ അതെങ്ങനെയാണോ നെ കുറിച്ചോ നമ്മൾ പൊക്കാനും പോണ്ട താത്താനും പോണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറെ കാലത്തിന് ശേഷം മാറ്റിവെക്കാം. പിന്നീട് ചോദിക്കുകയാണെങ്കിൽ മാത്രം എന്താണ്, അല്ലെങ്കിൽ അവരെ കണ്ടാൽ മതി എന്നൊക്കെ പലരും പറയും. അത് വലിയ രീതിയിൽ നമ്മുടെ അനോണിമിറ്റി അല്ലെങ്കിൽ നമ്മുടെ സന്ദേശം കൊടുക്കുന്നതിന്റെ ഏറ്റവും നല്ല മാർഗം നമ്മുടെ പെരുമാറ്റം മാറി എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണെന്ന് പറയും. നമ്മൾ കുടുംബത്തിൽ മാറി നിൽക്കുന്നു, മറ്റു കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. നമ്മുടെ അനോണിമിറ്റി ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമായിട്ട് വരുന്ന ഒരു മേഖല അവിടെയാണ് പറയുന്നത്. അതിനോളം വലിയൊരു സന്ദേശം കൊടുക്കൽ വേറല്ലേ അത്ര. ഇപ്പൊ ഞാൻ കുടിച്ചു നടന്ന ഒരാളാണ്. വളരെ മോശമായിട്ട് എനിക്കുണ്ടായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോ ആ ഒരു പ്രവർത്തനം, അങ്ങനത്തെ എന്നെ പോലെയുള്ള ഒരു മദ്യാസക്തൻ ഞാൻ കുടി നിർത്തുന്നു. ഞാൻ കുടി നിർത്തിയതിന് ശേഷം വേറെ ആളുകൾ, അല്ലെങ്കിൽ ഞാൻ ഈ കാളച്ചാല് കടന്നതും ഒക്കെ കണ്ട അയാൾക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ. അവന്റെ വാക്കുകൾ, ഇവൻ ഇങ്ങനെയല്ല സംസാരിച്ചിരുന്നത്, അതുകൂടി എത്തുന്നൊരു മാറ്റമാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? വലിയ കുടിയനായിട്ടുള്ള നീ ഒരു കാര്യം ചെയ്തു അവനോട് ചോദിച്ചോ എന്ന് പറയും. എന്തോ ഉണ്ടായിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് പറയും. അത് വലിയൊരു മാറ്റമല്ലേ? നമ്മുടെ അടുത്ത് വരുന്നു, ഒരു കുടിയനായിട്ടുള്ള ആൾക്ക് രക്ഷപ്പെടണമെന്നുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ കുടിയനെ കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അപ്രീസിയേഷൻ ആണത് എന്ന് പറയും. വാക്കുകളെ കൊണ്ട് നമ്മൾ മാറി എന്ന് പറയാതെ നമ്മുടെ യഥാർത്ഥ മാറ്റം മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ട് നമ്മളോട് പറയുന്നു. അത്രയും നല്ലൊരു അനോണിമിറ്റി അല്ലെങ്കിൽ സന്ദേശം വേറെ ഉണ്ടോ? അതായിരിക്കണം നമ്മുടെ പ്രവൃത്തിയിലുള്ള മാറ്റത്തെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അത് ആ രീതിയിലാണെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നമ്മളോട് പറയാറുണ്ട്. അടുത്ത ചോദ്യം, ഒരു പഴയ പരിചയക്കാരെ മീറ്റിംഗിൽ കണ്ടാൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. പല പരിചയമുള്ള ആളുകളൊക്കെ മീറ്റിംഗിൽ വരികയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്ത വീട്ടിലെ ആൾക്കാർ, വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളത് സിനിമയ്ക്ക് ഒക്കെ പോയിട്ട് അല്ലെങ്കിൽ ബാറിലേക്ക് പോകുന്ന അതേ മനോഭാവം തന്നെയാണല്ലോ അവിടെ. അപ്പൊ അവരും അവിടെ എത്തിയിട്ടുള്ളത് ഈ ഒരു കാര്യത്തിനാണ്. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അവരും നമ്മളും ഒരേ കാര്യത്തിന് തന്നെ വരുന്നു എന്ന രീതിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും അവർ നമ്മുടെ സ്വകാര്യതയെ ബഹുമാനിക്കും. നമ്മൾ അവരുടെ സ്വകാര്യതയെ ബഹുമാനിക്കാൻ തയ്യാറാവണം. ചിലപ്പോ ഇവിടെ നമ്മുടെ സ്വകാര്യതയെ ബഹുമാനിക്കാത്ത ആൾക്കാരെയും കണ്ടുമുട്ടേക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളെ പാരമ്പര്യത്തിൽ നിന്നോളാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ പാരമ്പര്യവും എനിക്ക് പാലിക്കാനുള്ളതാണ്. ഞാൻ അത് പാലിക്കുന്നുണ്ട് എന്നുള്ള അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സുഖം നമുക്ക് ഉണ്ടാവും. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. ഞാൻ അവിടെ കണ്ട ഒരു ചേട്ടൻ, എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചേട്ടനായിരിക്കാം. അത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയോട് പറയേണ്ട യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അമ്മയോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പുറത്തെ വീട്ടിൽ ആ ചേട്ടനും ഉണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. ഒരിക്കലും ഇല്ല. കാരണം അത് അയാൾ അവിടെ വരുന്നു, അയാളുടെ കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഭാര്യയുമായിട്ട് മീറ്റിങ്ങിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട. അതിനാണ് നമ്മുടെ സ്പോൺസർ, നമ്മുടെ സുഹൃത്തുക്കളുള്ളത്. അപ്പൊ അവിടെ സ്വകാര്യതയെ നമ്മൾ ബഹുമാനിക്കുക. നമ്മുടെ പരിചയക്കാരെ കണ്ടാലും അത് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ആളുകളോട് അവർ കണ്ടുമുട്ടാനിടയുള്ള അംഗങ്ങളുടെ അനാമധേയത്വം സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ എന്താണ് പറയേണ്ടതെന്നുള്ള ചോദ്യമാണ്. അപ്പൊ അവിടെ നമ്മളെ വീട്ടിലെ ആളുകളൊക്കെ പലപ്പോഴും ഇവരെ കണ്ടുമുട്ടുകയാണ്. ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനും വാർഷികത്തിനൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ആളുകളോടൊക്കെ പറയണം, പബ്ലിക്കിന്റെ ഇടയിൽ വെച്ചിട്ട് അവരോട് മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ. എല്ലാവരും അല്ല, ചില ആളുകളൊക്കെ അത് പറയാറുണ്ട്. മീറ്റിങ്ങിനെ കുറിച്ചൊന്നും പറയരുത്. ഓരോ കാരനെ സംബന്ധിച്ചിടത്തോളം അനോണിമിറ്റി വളരെ പ്രാധാന്യപ്പെട്ടതാണെന്ന് പറയാം. അതല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നാളെ
കുടുംബശ്രീ മീറ്റിങ്ങോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെച്ചിട്ട് അവിടെയുള്ള സ്ത്രീകളുടെയൊക്കെ ഒപ്പം നിൽക്കുമ്പോൾ ചോദിക്കുക, എന്താ എ മീറ്റിങ്ങിനൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ട് നിൽക്കുന്ന അപ്പുറത്തെ സ്ത്രീകൾ ചോദിക്കും, എന്താ മീറ്റിംഗ് എവിടെ പോകണം, അവൻ കൂടി നിർത്തിയോ, പിന്നെ അതൊരു ചർച്ചയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റാളുകളോട് ഒരു കാരണവശാലും നമ്മൾ പറയണം, കുടുംബാംഗങ്ങളോട് പറയണം. നമ്മൾ ഏതെങ്കിലും വാർഷികത്തിനോ എവിടെയെങ്കിലൊക്കെ വരുമ്പോൾ ഇവിടെ കണ്ട ആളുകളെ കുറിച്ച് പുറത്തു പോയി സംസാരിക്കരുത്. പബ്ലിക് സ്പേസിൽ വെച്ച് മീറ്റിങ്ങിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ അവരോട് നമ്മൾ എന്ത് ചെയ്യരുത്. നമ്മുടെ വേണ്ടപ്പെട്ട ഭാര്യ ആയിക്കോട്ടെ, നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, അവർ തീർച്ചയായിട്ടും അത് പാലിക്കേണ്ടത് തന്നെയാണ്, അവരോട് പറയേണ്ടതാണ്. അംഗമാണ് മറ്റു ആളുകൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പുറത്തു വെച്ചിട്ട് അവരോട് വിശേഷം ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്തെയും ആളുകളോട് പോയിട്ട് പറയാതിരിക്കുക. നമുക്കത് പറയാനേ പറ്റൂ, പക്ഷെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ കേൾക്കും. നമ്മളത് പറഞ്ഞു കൊടുക്കണം. മാത്രം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ മീറ്റിങ്ങിലെ ഷെയറിങ്ങിനെ കുറിച്ച് ഭാര്യമാരുമായിട്ട് എല്ലാവരും പറയും, ഞാൻ എൻ്റെ ഭാര്യ അറിയാത്ത രഹസ്യമൊന്നുമില്ല. കാരണം അങ്ങനെ പറ്റുമോ? ഒരു കാരണവശാലും ആൽക്കഹോളിക്സ് അനോണിമസിലെ ഷെയറിങ്ങുകൾ, റിക്കവറി ഷെയറിങ്ങുകൾ ഇത് ഭാര്യയായിട്ട് ചർച്ച ചെയ്യേണ്ടതല്ല. അത് നമുക്ക് പറ്റാത്തതിന്റെ കാരണം നമുക്ക് ഈ ശീലമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒരാൾ പറഞ്ഞത് അപ്പുറത്ത് പറയണതും എന്തുകൊണ്ടാണ് നമ്മുടെ മീറ്റിങ്ങിൽ അനോണിമിറ്റി പാലിക്കപ്പെടാത്തതിന്റെ കാരണം എന്തുകൊണ്ടാ? നമുക്ക് ഷെയറിങ് അറിയോ? നമ്മൾ മീറ്റിങ്ങിൽ എന്താ ഷെയർ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല. നമ്മുടെ ഈ റിക്കവറി ഷെയറിങ് കേൾക്കുന്ന എല്ലാ ആളുകളും പക്വതയുള്ള ആളുകളാണോ? നമ്മൾ എഴുതി വെക്കാറുണ്ട്, ഇവിടെ കേട്ട കാര്യങ്ങൾ ഇവിടെ തന്നെ വെക്കണം, അല്ലാത്ത പുറത്തു കൊണ്ടുവരുത്. പക്ഷെ ഇത് എന്ത് ഗ്യാരണ്ടിയിലാണ് നമ്മൾ പറയുക? നമുക്ക് എയുടെ പ്രാർത്ഥന തന്നെ നമ്മളോട് പറയുന്നു, നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മളെയാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ മീറ്റിങ്ങിൽ പറയാൻ പറ്റുന്ന കാര്യം പറയാൻ പാടും. പലപ്പോഴും ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ വീട്ടിലെ കഥകൾ, വീട്ടിൽ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ ഈ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെ പക്വതയില്ലാത്ത, അനോണിമിറ്റി മനസ്സിലാക്കാത്ത ഒരു അംഗം അത് അടുത്ത അംഗങ്ങളുമായി പറഞ്ഞ് ചിരിക്കും. കാരണം ഈ അംഗം ഇവിടെ ഇത് ഷെയർ ചെയ്യാത്ത ഒരു അംഗമായിരിക്കാം. അവരവിടെ ചർച്ച ചെയ്യും, വിലയിരുത്തും. ഇതൊന്നും നമുക്ക് തടയാൻ പറ്റാറില്ല. ഇത് ഉണ്ടാവാറുണ്ട്, ഇവിടെ റിയാലിറ്റിയാണത്. നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ തടയുന്നത്? നമ്മൾ അവരത് ചെയ്തു, അയ്യോ അവരെന്നെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും വിദേശത്തെ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞ പോലെ അത് നമ്മൾ സംസാരിക്കേണ്ട നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ അറിയണം. അവരോട് മാത്രമേ നമ്മൾ പറയേണ്ട കാര്യം പറയാൻ പാടൂ. പൊതുവായ കാര്യങ്ങളല്ലാതെ നമ്മളെ നാളെ വ്യക്തിപരമായി കളിയാക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും മീറ്റിങ്ങിൽ ഷെയർ ചെയ്യരുത്. അല്ലെങ്കിൽ നമുക്ക് അത്ര ഉറപ്പായിരിക്കണം ആ മീറ്റിംഗ് അത്രയും ക്ലോസ്ഡ് ആണ്, അതിലിരിക്കുന്ന ആളുകൾ ഈ പാരമ്പര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണെന്നുള്ള അത് എല്ലാ തരത്തിലും ഉറപ്പിക്കാൻ പറ്റില്ല. പൊതുവായി മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾ പലപ്പോഴും പറയാൻ എന്താ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്താ പറഞ്ഞാന്നൊക്കെ ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. നാളെ നിങ്ങൾക്ക് കളിയാക്കൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. നിങ്ങൾ നാളെ കംപ്ലൈന്റ് പറയരുത്, അതേ ഉള്ളൂ. ഞാൻ പറയും മറ്റുള്ളവർ പാലിക്കണം എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് വരുത്താൻ പറ്റുക? നമ്മൾ പാലിക്കണം. അതിന് ആദ്യത്തെ പടി ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പറയാണ്ടേ ചർച്ച ചെയ്യാറില്ല ഇപ്പോൾ ഒരു കാരണവശാലും. കാരണം നമുക്ക് അങ്ങനെ വിലയിരുത്താനോ വേറൊരാളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, കാരണം നമ്മൾ അനുഭവിക്കാത്തത് പല പ്രശ്നങ്ങളും നമ്മൾ പറയാത്തതാണ് മീറ്റിങ്ങിൽ. അതുകൊണ്ടാണ് നമ്മുടെ മാന്യത ഇവിടെ ഈ മീറ്റിങ്ങിൽ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത്. ഈ പാവപ്പെട്ടവൻ മീറ്റിങ്ങിൽ പറയുന്നവന്റെ പ്രശ്നം അവന്റെ ചിലപ്പോൾ ഈ മീറ്റിങ്ങിൽ പറഞ്ഞോടുകൂടി പരിഹരിക്കും. നമ്മുടെ തലയിൽ അത് നിൽക്കും. നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ലേ നമുക്ക്, എന്നും പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. അത് നമ്മളൊരു കാരണവശാലും ഈ മീറ്റിങ്ങിലെ ഷെയറിങ്ങുകൾ, വളരെ കഷ്ടപ്പെട്ടുള്ള മദ്യാസക്തൻ, അവന്റെ വിഷമാണ് ഈ പറയുന്നത്. നമ്മൾ ആലോചിക്കണം, അവനെ കളിയാക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളിൽ നമ്മൾ ഇത് എങ്ങനെ കടന്നുപോയെ? അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന ആ അനുഭവത്തിൽ നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ നന്ദി പറയാൻ പറ്റില്ലേ? നമുക്ക് അവിടെ സങ്കല്പിച്ച് നോക്കിക്കൂടെ നമ്മളെ വെച്ചിട്ട്? എങ്ങനെയാ നമ്മൾ ഒരാളുടെ കാര്യം വേറൊരാളോട് പറയുക? അതിനെങ്ങനെയാ കളിയാക്കുക? അയാൾ എന്തോ ആയിക്കോട്ടെ, അതിൽ ചിലപ്പോൾ നമ്മളെ കളിയാക്കുന്ന ആളായിരിക്കാം, നമ്മളെക്കുറിച്ച് മോശം പറയുന്ന ആളായിരിക്കാം. പക്ഷെ ആ അംഗം അനുഭവിക്കുന്ന, ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന വേദന ഉണ്ട്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ, ഏതൊരു കാര്യമാണെങ്കിലും. അപ്പൊ അതിലൂടെ നമ്മൾ കടന്നു പോകാൻ, അവിടെയാണ് ആത്മീയമായ പ്രോഗ്രാം അല്ലെങ്കിൽ രണ്ടാമത്തെ പടിയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കേണ്ട മേഖല എന്ന് പറയുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ മൂന്നാമത്തെ പടി എവിടെയാ പ്രാവർത്തികമാവേണ്ടത്? അവിടെയാണ് എന്ന് പറയുകയാണ്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളും പറഞ്ഞു മനസ്സിലാക്കേണ്ടതും, നമ്മൾ അത്തരം കാര്യങ്ങൾ വീട്ടിലെ അംഗങ്ങളുമായിട്ട് മീറ്റിങ്ങിലെ ഷെയറിങ്ങൾ ചർച്ച ചെയ്യാൻ പാടുള്ളതല്ല.
അപ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർ പറയാതിരിക്കും, നമ്മൾക്ക് ശ്രദ്ധ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ നാമധേയത്വം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട കാര്യമാണ്. ഒരു വ്യക്തി അംഗമാണെന്നും അയാളുടെ ഷെയറിങ്ങുകളോ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒരു കാരണവശാലും നമ്മൾ പുറത്തു പറയേണ്ട കാര്യമില്ല. അപ്പോ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബന്ധം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള മരണ വാർത്ത പത്രങ്ങൾ വഴിയോ അതേപോലെ ഓൺലൈൻ വഴിയോ കൊടുക്കാതിരിക്കുക എന്നത് പ്രധാനമുള്ളതാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പലരും അറിയാണ്ട് പണ്ട് കാലത്തുണ്ടായിരുന്ന ഇപ്പൊ നമ്മുടെ ബിൽ വിൽസൺ ആണെങ്കിലും അവരുടെ എല്ലാം ഫാമിലിയുടെ സമ്മതത്തോടു കൂടി വന്ന വാർത്തകളുണ്ട്. അതിനുശേഷം നമ്മുടെ ജനറൽ സർവീസ് കോൺഫറൻസ് കൂടിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം ഇതൊരാൾ മരണപ്പെട്ടാൽ നമ്മൾ അടിസ്ഥാനത്തിലാണ് ഇയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അംഗത്തെ നമ്മൾ പരസ്യപ്പെടുത്തുമ്പോൾ നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. അയാളുടെ കുടുംബത്തിൽ നമുക്ക് 9ാമത്തെ പടിയുടെ പരിശോധന നോക്കാം. 9ാമത്തെ പടിയിലും 8ഉം 9ഉം ചേർന്നിട്ടാണ് നമ്മുടെ ബിഗ് ബുക്കിൽ പടികളുടെ ഇത് വരുന്നത്. അവിടെ ഒരാള് പള്ളിയിൽ വിളിച്ചു പറഞ്ഞ് ഒരു പരിഹാരം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ആ പരിഹാരം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ, ആ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പാർട്ട്ണറെ ബാധിക്കുന്ന ഒരു ക്രൈമാണത്. പാർട്ട്ണറോട് മാത്രമല്ല ചോദിക്കുന്ന, പാർട്ട്ണറുടെ ഭാര്യയോട് ചോദിക്കുന്ന ഭാഗം പറയുന്നുണ്ട്. ഈവൻ അതിന്റെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു പരിശോധന എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മകൻ, ടീനേജ് കഴിഞ്ഞ മകനാണെങ്കിൽ, മകനോ മകളോ അവരെ ബാധിക്കുമെങ്കിൽ അവരോടുകൂടി പറയണമെന്നാണ്. കാരണം അവരുടെ പിതാവെന്ന രീതിയിൽ അവരെ ബാധിക്കുന്ന ഒരു കാര്യം പോലും അത്രയധികം സൂക്ഷ്മത പുലർത്തുന്ന രീതിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പരിഹാരങ്ങളിൽ. എൻ്റെ തൊലി ഞാൻ ഒരാളോട് തെറ്റ് ചെയ്തു പറഞ്ഞ് തുറന്നു പറയുമ്പോൾ വേറൊരാൾക്ക് കുഴപ്പമുണ്ടാവുമെങ്കിൽ അതുപോലും അത് അയാളെയും അയാളുടെ ഫാമിലിയെ പോലും സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയധികം ശ്രദ്ധ പുലർത്തുന്ന, മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് എത്ര ഉപയോഗക്ഷമത ഉണ്ടാവണം, മറ്റുള്ളവർ ഉപദ്രവിക്കാതെ എങ്ങനെ നിൽക്കണം എന്ന് പറയുന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാമിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആലോചിക്കണം, അവിടെ ഒരാൾ മരണപ്പെടുന്നു. ആ മരണപ്പെട്ട ആള് ചിലപ്പോൾ അംഗാന്ന് അറിയപ്പെടുന്നത് കുഴപ്പമില്ല, ആൾ സോബറായിട്ടുണ്ടാവും. ഇനി എന്തിനാ അനോണിമിറ്റി എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അയാളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അയാൾ ഒരു കള്ളുടിയനാണ്, കാരനാണെന്ന് അറിയപ്പെടാതിരിക്കാൻ ആഗ്രഹമുണ്ട്. അയാളുടെ മകനുണ്ടായിരിക്കും, മകന്റെ ഭാര്യ ഉണ്ടായിരിക്കാം, മക്കൾ, ഏതെങ്കിലും ആളുകൾ, അവരുടെ പരിപൂർണ സമ്മതം നമുക്ക് കിട്ടാറില്ല. നമ്മൾ ഉടനെ അംഗം മരിച്ചു ആദരാഞ്ജലികൾ എന്ന് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. എത്ര ആദരാഞ്ജലികൾ നമ്മൾ ഗ്രൂപ്പിൽ ഇടേണ്ടി? എന്തുകൊണ്ടാണ്? നമ്മൾ മനുഷ്യത്തില്ലാത്തതുകൊണ്ടല്ല. അത് നമ്മൾ എന്തിനാ കടുംപിടുത്തൊക്കെ പിടിക്കുന്ന? പലപ്പോഴും അതിങ്ങനെ ശീലമായി വരും നമ്മുടെ ഗ്രൂപ്പുകളിൽ. അംഗമായിരിക്കാം അയാള്, നമുക്ക് വിഷമമുണ്ട്. പക്ഷെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വന്ന ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കാനാണ്. എന്തിനാണത്? അല്ലാത്ത രീതിയിൽ അറിഞ്ഞോളുന്നേ. അയാൾ അവിടെ മരിച്ചു പോയിട്ടെ, അത് ചിലപ്പോൾ അയാൾ പറഞ്ഞ കേൾക്കാണ്ട് കുടിച്ചിട്ടുണ്ടായിരിക്കാം. എന്തിനാ നമ്മൾ അയാളുടെ അനോണിമിറ്റിയെ നമ്മൾ ബ്രേക്കപ്പ് ചെയ്യണം? വളരെ കൃത്യമായിട്ട് അയാള് എത്ര വലിയ പഴമക്കാരനായിക്കോട്ടെ, അംഗം എന്ന പേരിൽ അയാളുടെ മരണവാർത്തകൾ നമ്മൾ ഇടാൻ പാടില്ല. പരിപൂർണമായിട്ട് ഇത്രയൊക്കെ പ്രൊസീജിയർ ചെയ്തിട്ടല്ല നമ്മൾ ഇട്ടിട്ടുണ്ടാവുക. ഏതെങ്കിലും ഒരാൾ പറഞ്ഞു. പലപ്പോഴും നമ്മളൊരു പോസ്റ്റർ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ഇടുമ്പോൾ നമുക്കറിയാം നമ്മളതിൻ്റെ ആധികാരികത എന്താണോ ഒന്നും അറിയാറില്ല. പലപ്പോഴും നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് അതിൽ തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ നമുക്ക് ബർത്ത്ഡേയുടെ ഒക്കെ കേസുകൾ വരുന്നത് അതുകൊണ്ടാണ്. ഒരാളിൽ നിന്ന് മാറിക്കൊണ്ട് നിരന്തരമായിട്ട് 5ഉം 6ഉം വർഷം ബർത്ത്ഡേ സോബർ സെലിബ്രിറ്റി ആഘോഷിക്കുന്ന ആളുകൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സോബറിറ്റി എന്ന് പറയുന്ന സാധനം കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും പുറത്തെവിടെയും ഈ ബർത്ത്ഡേ ഫംഗ്ഷനേ നടക്കുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒഫീഷ്യൽ പരിപാടിയെ അല്ല ബർത്ത്ഡേ ടോക്കൺ എന്ന് പറയുന്നത്. GSO ഇന്ത്യ അത് കൊടുക്കുന്നുണ്ട് എന്നല്ലാണ്ട് സൈറ്റിലൊക്കെ നമ്മൾ പോയി നോക്കിയാൽ മതി. ചിപ്പ് അത് കഴിഞ്ഞ് കൊടുക്കുന്ന ഒരു കാര്യം. 1 day at a ടൈമാണ് ഈ പ്രോഗ്രാമിന്റെ പരിപാടി. ഇവിടെ ബർത്ത്ഡേ ആഘോഷങ്ങളുടെ എന്താ പറയുക, വ്യക്തിപരമാണെന്ന് പറഞ്ഞാൽ പോലും അതിന്റെ ഫോട്ടോ അങ്ങ് പ്രചരിപ്പിക്കുക നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ. 5 വർഷം 6 വർഷം വല്ല ടോക്കൺ കിട്ടുന്ന സംഭവം, വലിയ പതക്കം കിട്ടിയിട്ടുള്ള ക്ലബുകളിലെ പോലെ ഫോട്ടോ ഇടുന്നു. എവിടെ നമ്മുടെ കൂട്ടായ്മ പോകുന്നത്? നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കുന്ന ആളുകളുടെ പോസ്റ്റുകൾ, അയാള് ഡെലിഗേറ്റ് അല്ലെങ്കിൽ ഏരിയ ചെയർമാൻ, മുൻ ഡെലിഗേറ്റ്, മുൻ ചെയർമാൻ എന്ന രീതിയിൽ നമ്മൾ പ്രചരിപ്പിക്കുന്നു. നമ്മൾ തന്നെ അത്തരം കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നു. നമ്മളെവിടെയാണ് നമ്മുടെ ആത്മീയമായ പ്രോഗ്രാമിനെ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്? നമ്മുടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ എവിടെ നിർത്തുന്നു?
നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റായി പോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് കൂടി ഉണ്ട് എന്നാണ്. അപ്പം അവിടെയാണ് നമ്മൾ പാലിക്കണം. അതോടൊപ്പം തന്നെ അത്തരം തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. എങ്ങനെയാണ്? സഹിഷ്ണുതയിൽ നിന്നുകൊണ്ട്, ഒറ്റയടിക്ക് എതിർത്തുകൊണ്ടല്ല. എങ്ങനെയാണ് അനോണിമിറ്റി ലംഘിച്ചാൽ നമ്മൾ ഇനി ചൂണ്ടിക്കാണിക്കേണ്ടതെന്നൊക്കെ ഈ വരും താളുകളിൽ നമ്മളെ ചർച്ചയാവുന്നുണ്ട്. ഒരിക്കലും അത് അഗ്രസീവായ രീതിയിലല്ല. എക്ക് എയുടെ രീതിയുണ്ട്. അതുകൊണ്ടാണ് ചില പ്രതികരണങ്ങൾ നമ്മൾ പറയാറുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രീതിയിലായിരിക്കണം പ്രതികരണം. എയുടെ രീതി എയുടെ ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങുന്നു. എയുടെ ഗ്രൂപ്പ് അവിടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എൻ്റെ കുഴപ്പമാണ്. ഹോം ഗ്രൂപ്പിലാണ്. എവിടെയാണ് പ്രവർത്തനം വേണ്ടത്? അത് അതിൻ്റെ ഹോം ഗ്രൂപ്പിലാണെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഗ്രൂപ്പാണ് ഏറ്റവും വലുത്. ഗ്രൂപ്പ് കോൺഷ്യസ് ആണ് ജനറൽ സർവീസ് കോൺഫറൻസ് വരെ വരുന്നത്. അതുകൊണ്ടാണ് അതിനൊരു പ്രാധാന്യമുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. മരിച്ച ആളുകളുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു കാരണവശാലും അവരുടെ അംഗമാണെന്ന് പറയുന്ന കാര്യം നമ്മൾ പൊതു ഇടങ്ങളിൽ ഇടാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി സമൂഹത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങളാണെങ്കിൽ അവരെ നമ്മൾ മീറ്റിങ്ങിൽ കാണുകയാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ അവിടെ മറ്റ് ആളുകളെ പോലെ തന്നെ അവർക്കും എന്ത് ചെയ്യണം? അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരുടെ അനോണിമിറ്റി സംരക്ഷിക്കപ്പെടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരിപ്പോ സിനിമാ നടനായിരിക്കാം, മറ്റു പല ആളുകളായിരിക്കാം. അവനുണ്ട് ഇവനുണ്ട് നമ്മൾ പറയരുത്. എന്തിനാണത്? അവർക്കും ഇതിന് അവകാശമുണ്ട്. മത്യാസക്തരാണെങ്കിൽ, അത് എത്ര വലിയ പ്രശസ്തരാണെങ്കിലും നമ്മൾ പറയാറുണ്ട്, അത് കൂലിപ്പണി എടുക്കുന്ന ഒരാൾക്കും ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും ഒരേപോലെയാണ് മദ്യാസക്തര്. അവർക്ക് ഈ കെമിക്കലിന് മുന്നിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതാണ്. അപ്പൊ അയാൾക്ക് അതേ അവകാശം അയാൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അയാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളെ കൊണ്ടുവരരുത്. അവരെ കൊണ്ട് ഒരു കാരണവശാലും അവരുടെ അനോണിമിറ്റി നമ്മൾ എന്ത് ചെയ്യരുത്? പുറത്തേക്ക് കൊടുക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ പല ആളുകളും പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ വേറെ പോലീസുകാരോട് പറയും, ആ ഇന്ന ഭാഗത്ത് ഇന്ന SI ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇന്ന CI ഉണ്ട്. നമ്മളെങ്ങനെ അവരുടെ അനോണിമിറ്റി നമ്മൾ ബ്രേക്കപ്പ് ചെയ്യാം? അവർ തമ്മിൽ പരിചയപ്പെടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് ചോദിച്ചിട്ട് അവർ തമ്മിൽ പരസ്പരം സംസാരിക്കട്ടെ. നമുക്ക് അർഹതയില്ല. വേറൊരാൾ പോലീസുകാരനാണ്, അയാളുണ്ട്, അല്ലെങ്കിൽ ജഡ്ജി ആണെങ്കിൽ മറ്റാളുണ്ട്, അല്ലെങ്കിൽ വക്കീലന്മാരാണെങ്കിൽ ഈ വക്കീലുണ്ട്. ഇതൊന്നും നമ്മൾ പറയേണ്ടതല്ല. നമ്മൾ അറിവില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ അനോണിമിറ്റി നമ്മൾ ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്യും. വേറൊരാളെ എയിലേക്ക് എത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറയാ. എയിൽ എത്തിക്കേണ്ട വിധം എന്താണെന്ന് മറ്റുള്ളവരോടത്തുള്ള പ്രവർത്തനത്തിൽ നമ്മളോട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് വരുത്തേണ്ടത്. ഒരു കാരണവശാലും ഒരു മീറ്റിങ്ങിലേക്ക് കടന്നു വരുന്ന ഒരാളോട് അപ്പുറത്തെ വീട്ടിലെ ജോസഫേട്ടൻ ഉണ്ട്, അപ്പുറത്തെ വീട്ടിലെ അലൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിലേക്ക് ആളെ ചേർക്കേണ്ടത്. എൻ്റെ കഥ പറയുക, ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, എനിക്ക് എന്ത് സംഭവിച്ചു, ഇതേ വേണ്ടു. അവന് പരിപൂർണ ആഗ്രഹം ഉണ്ടാവും, വന്നോളും. ദൈവം കളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ആരും. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് മീറ്റിങ്ങിലേക്ക് ആളെ കൊണ്ടുവന്ന്. പ്രശസ്തരായവരുടെ അനോണിമിറ്റി നമ്മൾ ബ്രേക്കപ്പ് ചെയ്യാൻ നമുക്ക് യാതൊരുവിധ അവകാശവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇനി മീറ്റിങ്ങിലെത്തുന്ന അംഗങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തരുതെന്ന് എനിക്കറിയാം. അപ്പൊ അതേപോലെ അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും മീറ്റിങ്ങുകൾ നടത്തുന്ന വ്യക്തിപരമായ വെളിപ്പെടുത്തലുകൾ നമ്മൾ എപ്പോഴും പറഞ്ഞു രഹസ്യമായി സൂക്ഷിക്കപ്പെടണമെന്ന് അംഗങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളോട് ചോദിക്കാറുണ്ട്, ഗ്രൂപ്പിന്റെ പരമാധികാരി ഗ്രൂപ്പിന്റെ മനസാക്ഷിയിലൂടെ പ്രതിഫലിക്കുന്ന ദൈവമാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇതാരാണ് ഇതിന്റെ നേതാവ് എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ഓരോ ആളുകളുമാണ് ഇതെല്ലാം പാലിക്കേണ്ടതെന്നാണ് അതിന്റെ ഉത്തരം. ഇതിന് പ്രത്യേകമായിട്ട് ആൾക്കാരെ അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല. നമ്മൾ പൊതുവായിട്ട് ചില കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സർവീസ് മേഖലയിൽ ആൾക്കാരുണ്ട് എന്നല്ലാതെ ഇതിന്റെ എല്ലാം ഒരു അംഗം എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണതേ. മീറ്റിങ്ങിൽ അപ്പൊ ഞാൻ എന്ന അംഗം എന്ത് ചെയ്യണം? മീറ്റിങ്ങിൽ ഷെയറിങ് നടക്കുമ്പോൾ ആ വ്യക്തിപരമായിട്ട് ആളുകൾ പല കാര്യങ്ങളും പറയും. അതെങ്ങനെയാ വേറെ ആൾക്കാരോട് പറയാം? അതെങ്ങനെ ചർച്ച ചെയ്യാം? അത് നമ്മൾ സ്വയം പാലിക്കേണ്ടതാണ്. അപ്പോ അതേപോലെ ചില സുഹൃത്തുക്കൾ നിങ്ങളുടെ ലുള്ള സുഹൃത്തുക്കളെ കുറിച്ചും അവരുടെ അംഗത്വത്തെക്കുറിച്ചും അറിയാനിടയായാൽ മീറ്റിങ്ങിൽ പങ്കുവച്ച രഹസ്യങ്ങൾ അവ എത്ര നിരുപദ്രവകരമാണെങ്കിലും പുറത്തു പറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പുറത്തുള്ള സുഹൃത്തുക്കളെ അവിടെ ഉള്ള ഇന്ന ആളെ അറിയാം, ഇടുക്കിയിലുള്ള ആളെ അറിയാം, മറ്റേ തൊടുപുഴയിലുള്ള ജോസഫ് സാറെ എനിക്കറിയാം. ഇത്തരം കാര്യങ്ങൾ
നമ്മൾ പറയുമ്പോൾ വേറെ രീതിയിൽ പല ആളുകളെയും നമ്മൾ കണ്ടുവിട്ടു. അവരോട് ഇവരെക്കുറിച്ച് അത് എത്ര നിരുദ്രവകരമാണെങ്കിലും നമുക്കറിയാം അയാളുടെ ജോസഫ് സാറുടെ ഗുമസ്തൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇതെന്തിനു ഞാൻ പറയേണ്ട കാര്യമുള്ളത്? ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയെക്കുറിച്ച് ഒരു കാരണവശാലും നമ്മൾ വെളിപ്പെടുത്താനായിട്ട് പാടില്ല. ഇവിടെ നമ്മൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മൾ ഒരു മീറ്റിങ്ങിൽ ഒരു അംഗം ഷെയർ ചെയ്തു, അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും പറയുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ വിഷമങ്ങൾ പറയാറുണ്ട്. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പുറത്തു പോകുന്നുള്ള ഒരു അനുഭവമുണ്ട്. പക്ഷെ ഇത് ഞാൻ പാലിക്കേണ്ട ഒരു കാര്യം എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഉണ്ടായിരുന്നൊരു കാര്യം, ഒരു ഷെയറിങ് പറയണം. ഒരംഗം അയാളുടെ ഭാര്യയുമായിട്ട് തല്ലുകൂടി, അത് അയാൾ മീറ്റിങ്ങിൽ ഷെയർ ചെയ്തു. അയാൾ ഇടയ്ക്കിടയ്ക്ക് ആ ഷെയറിങ് നടത്താറുണ്ട്. ഇത് തൊട്ട് പുറകിൽ പിന്നെ ഈ അംഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമത് വേറെ അംഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷെ നമ്മൾ മധ്യാസക്തരാണ്, മലയാളി സ്വഭാവം നമുക്കുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പൊതുവെ നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ വാർത്തകളൊക്കെ അത്ര അധികം ശരിക്കും പറയുന്നത്, ഈ കേരളത്തിലെ ആളുകളെ കുറിച്ച് പറയുന്നത്, ഈ ദുബായ് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയാറുണ്ട്, ഈ ഹിന്ദിക്കാരൊക്കെ പറയും, നമ്മളാകെ വളരെ കുറച്ച് സമൂഹമാണ്, എത്ര പേരാണെങ്കിലും നമ്മുടെ വാർത്താ ചാനലുകളും വാർത്താ മാധ്യമങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. ഹിന്ദിക്കാരുടെ ഒരു പേപ്പർ പോലും ഉണ്ടാവില്ല അവിടെ, കാരണം അവർക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ പൊതു സ്വഭാവം നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യും. അപ്പൊ അവിടെ അംഗം എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് എപ്പോഴും കളിയാക്കൽ ഭയങ്കര കൂടുതലാണ്, ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ. ഇത് വേറെ ആൾക്കാരെ വിമർശിച്ച് പറയല്ല, തെറ്റിദ്ധരിക്കരുത്, എന്നെ കുറിച്ചാണ്. അപ്പോൾ വേറെ അംഗങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യം അത് ഈ മീറ്റിംഗിൽ നിന്ന് കേൾക്കുന്നതല്ലാണ്ട് ഞാൻ എങ്ങനെ അറിയാം? ഇവൻ എന്നും അവന്റെ ഭാര്യയായിട്ട് തല്ലാണ്, ഇവൻ എന്തൊരു മനുഷ്യനാണ്, ഇവൻ എന്തൊരു ഏക്കാരനാണ്, ഇവൻ എന്തൊരു പ്രോഗ്രാമാ ചെയ്യുന്നത്. പ്രോഗ്രാമിനൊക്കെ മാർക്ക് ഇടുമ്പോടാ ഞാൻ, കാരണം ഇതിന്റെ ജഡ്ജി ഞാനാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുകയാണ്, ഇവൻ കുറച്ച് കുഴപ്പമില്ലാത്ത ആളാണ്, ഇവന് 100 മാർക്ക്, ഇവൻ 80 കേട്ടോ, അവൻ കുഴപ്പമില്ല. ഇതെങ്ങനെ ഇവൻ പറയണ ഷെയറിംഗ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവനെ വിലയിരുത്തുക. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഒന്ന് എൻ്റെ വിലയിരുത്തൽ ഞാൻ നടത്തും, കാരണം എനിക്ക് സമയമില്ലല്ലോ, നാട്ടുകാർക്ക് വില ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓരോ ആൾക്കാരും എങ്ങനെയാ പോകുന്നത്, അവന്റെ രീതികൾ എങ്ങനെയാ, ഇവൻ കുറച്ച് പ്രോഗ്രാം. അപ്പൊ എന്തിനാണ് ഞാൻ വന്നതെന്ന് പോലും ഞാൻ മറന്നു പോകും. ഞാൻ വിചാരിക്കുന്നത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്, മറ്റുള്ളവരെ നേരാക്കലാണ് എൻ്റെ ഉത്തരവാദിത്തം. കാരണം ഞാൻ നേരായി എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ രോഗമാണ് ഈ കാണിക്കുന്നത് എന്ന് പോലും അറിയില്ല. ഒരു മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുന്ന ഏറ്റവും പ്രധാനം നമ്മൾ ചെയ്യേണ്ട നല്ലൊരു ഉപകാരം എന്ന് പറയുന്നത്, നമ്മൾ വേറെ വലിയ സർവീസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ആദ്യം ചെയ്യേണ്ട കാര്യം, മീറ്റിങ്ങിലെ രഹസ്യങ്ങളെ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. മറ്റുള്ളവന്റെ വിലയിരുത്തൽ, അവൻ ഷെയറിങ്ങിൽ പറഞ്ഞ അവന്റെ വേദനാജനകമായ അനുഭവങ്ങൾ, അതെങ്ങനെയാ നമ്മൾ ഇഴകീറി പരിശോധിക്കുക, അവന് മാർക്കിടുക? അതെന്തോ ആയിക്കോട്ടെ, അത് അവന്റെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ അവന്റെ പ്രോഗ്രാം, അവന്റെ രീതിയല്ലേ, അത് അവൻ പരിശോധിക്കട്ടെ, അത് അവൻ ചെയ്യട്ടെ എന്ന് പറയുന്നതിന് പകരം, അതേപോലെ അതിൽ കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേറെ ആളുകളെ പരിചയപ്പെടുമ്പോൾ അവരോട് ഒരു എളുപ്പമില്ലാതെ നമ്മൾ പോയിട്ട് മറ്റുള്ള അംഗങ്ങളുടെ ഷെയറിങ്ങൾ പറയുക. അവിടെ ഒരു അംഗം ഉണ്ട് കേട്ടോ, അയാൾ ഭയങ്കര തൊടുപുഴയുള്ള ഇയാൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മൂവാറ്റുപുഴയുള്ള ഈ എക്സ് എന്ന് പറയുന്ന അംഗം അയാൾ ഭയങ്കര സംഭവമാണ്, ബേപ്പൂരുള്ള സുനിലുണ്ട് എന്നൊക്കെ പറഞ്ഞ പേരുകൾ പറയുക, അവരുടെ ജീവിത രീതികളെ കുറിച്ച് പറയുക. ഇതൊന്നും ഒരു കാരണവശാലും നമ്മൾ നിരുപദ്രവകരമാണെങ്കിലും മറ്റുള്ളവന് ഉപകാരമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്നത്. അതാണ് ആത്മീയ തത്വം എന്ന് പറയുന്നത്. പ്രവർത്തിക്കുന്നതാണ്, ഞാൻ പ്രാവർത്തികമാക്കേണ്ടതാണ്, എന്നാലേ ഇത് കൃത്യമായിട്ട് നിൽക്കുള്ളൂ. ഇനി മീറ്റിംഗ് സമയത്തോ അതിനുശേഷമോ ഏതെങ്കിലും തരത്തിലുള്ള അനുയോജ്യമല്ലാത്ത പെരുമാറ്റങ്ങൾ അനുഭവിക്കേണ്ടി വരികയോ ഞാൻ കാണുകയോ ചെയ്താൽ അതിനെ സംബന്ധിച്ച് മറ്റൊരാളോട് പറയുന്നത് ശരിയാണോ, അതിൽ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യമുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതാണ്. ഇപ്പൊ മീറ്റിംഗ് സമയത്ത് അതിനുശേഷമോ അനുയോജ്യമല്ലാത്ത പെരുമാറ്റങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. ആണല്ലോ, അനോണിമിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പലരും പറയാറുണ്ട്, നമ്മൾ ആണെന്ന് പറഞ്ഞ് എല്ലാം സഹിക്കേണ്ട ആളുകളാണോ? അവിടെ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഏക്കാരാണ്, തീർച്ചയായിട്ടും നമ്മൾ സമ്മതിച്ചു. നമ്മൾ മറ്റുള്ളവന്റെ പെരുമാറ്റ ദൂഷ്യം, മറ്റുള്ളവന്റെ ക്രിമിനൽ നടപടികൾ, ഇത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ സഹിക്കേണ്ടതുണ്ടോ?
അപ്പൊ അവിടെ പറയണം, അംഗങ്ങൾക്ക് സുബോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പര്യാപ്തമായ സുരക്ഷിത പരിതസ്ഥിതി സൃഷ്ടിക്കാൻ ഗ്രൂപ്പുകൾ ശ്രമിക്കേണ്ടതുണ്ട്. അവിടെ സുബോധം വരാതെ ഗ്രൂപ്പിൽ പരസ്പരം അടി നടക്കുകയാണ്. ആ മീറ്റിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പല ടൈപ്പുള്ള ആളുകളുണ്ട്, പല രീതിയിൽ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട്. ഒരു കാരണവശാലും നമുക്ക് അവിടെ ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ വീട്ടിലും നാട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടാനാ നമ്മളിവിടെ മീറ്റിങ്ങിന് കയറുന്നത്, അല്ലെങ്കിൽ മീറ്റിംഗ് ഹാളിൽ വരുന്നത്. കള്ളു കുടിച്ച അതേ സ്വഭാവമാണ് മീറ്റിംഗ് ഹാളിൽ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത് എന്താണ്? അവിടെ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ സുബോധത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന പരിപാടികളാണ് ഉണ്ടാവേണ്ടത്. സുരക്ഷിതമായ പരിസ്ഥിതി, നമ്മുടെ സേഫ്റ്റിയെ കുറിച്ചൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനുകൾ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിൽ പോലും അവർക്ക് ഉണ്ടാവേണ്ട സുരക്ഷിതത്വം എത്രയാണ്, അനോണിമിറ്റിയുടെ ഗൈഡ് ലൈനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണത്. എവിടെ നമ്മൾ പാലിക്കണം, എങ്ങനെ നമ്മൾ ആളുകൾ എടുക്കണം എന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഗൈഡ് ലൈൻ പോലും എനിക്കൊരു പുതുമക്കാരനാണ് കഴിഞ്ഞ ആഴ്ചയാണ് പുള്ളി അയച്ചു തന്നത്. അപ്പൊ ഞാനത് അതിനെക്കുറിച്ച് എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ പൊതുവായിട്ടുള്ള ഗൈഡ് ലൈനിലുണ്ട്. അതിന്റെ മാത്രം ഒരു പാംലെറ്റ് നമുക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് AI. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതാണ് അനാമധേയത്വം എന്ന് പറയുന്ന ആദർശം. ഓരോ വ്യക്തിക്കും അവന്റെ സുബോധത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പര്യാപ്തമായ സുരക്ഷിതത്വം, അതിനു വേണ്ടിയിട്ടും കൂടിയാണ് അനോണമിറ്റി എന്ന് പറയുന്ന ആദർശം. ഇനി ഇതല്ലാതെ കുറ്റകരമായ സ്വഭാവത്തെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മൂടുപടമല്ല. അവിടെ കുറ്റകരമായ കാര്യങ്ങൾ ഉണ്ടാവാൻ അനോണിമിറ്റിയാണ്, അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റികൾ നടത്താനുള്ള സ്ഥലമല്ല, ക്രിമിനലിസത്തെ മൂട് വെക്കാനുള്ള സ്ഥലമല്ല എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും അനുചിതമായ സ്വഭാവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതോ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്ന പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമല്ല. ഒരാള് നമ്മളെ കൊല്ലാനായിട്ട് അവിടെ നിൽക്കുന്നു, കത്തിയായിട്ട് നിൽക്കുന്നു, നമ്മളവിടെ നേരിടുകയല്ല ചെയ്യുക. തീർച്ചയായിട്ടും അനോണിമിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കവിടെ എന്താ പറയുക, പോലീസിനെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ നമുക്ക് കത്തി സൂക്ഷിച്ച് പോകാൻ പറ്റും മീറ്റിങ്ങിന്? നമ്മളിപ്പോ, ഞാനത് പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഒരു പഴമക്കാരനോട്. ആയുധവും കൊണ്ട് മീറ്റിംഗ് ഹാളിലേക്ക് കടന്നു പോയ ഒരാളാണ് ഞാൻ ആദ്യകാലത്ത്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഡെയിലി റിഫ്ലക്ഷന് വേണ്ടിയിട്ട് എൻ്റെ ബാഗ് തപ്പിയപ്പോൾ ഒരു ആയുധം കിട്ടി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു പഴമക്കാരൻ. അപ്പോ ഒരിക്കലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിലേക്ക് വേറൊരാളുടെ, അല്ലെങ്കിൽ അവിടെ ആയുധവുമായിട്ട് കടന്നു പോകേണ്ട സ്ഥലമല്ല. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അംഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയമത്തിന്റെ കയ്യിലേക്ക് അവരെ ഏൽപ്പിക്കുക. അതിൽ യാതൊരു തെറ്റുമില്ല. അത് പാരമ്പര്യങ്ങളുടെ ലംഘനമല്ല, ക്രിമിനൽ ആക്ടിവിറ്റികളെ സംരക്ഷിക്കുന്ന ഇടമല്ല. നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ ഒക്കെ പാംലെറ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മള് ഇത് പറയണ എന്താ പറയുക, ഏകാരാണെന്ന് പറഞ്ഞ് എന്തും മീറ്റിംഗിൽ പറയാന്ന് പറയുന്ന സ്ഥലമല്ല. ഒരാള് ക്രിമിനൽ ആക്ടിവിറ്റി, ഭാര്യനെ വെട്ടിയിട്ട് വന്നിരിക്കുകയാണെന്ന് മീറ്റിംഗിൽ ഷെയർ ചെയ്താ അയാളുടെ വീട്ടിലേക്ക് അയാൾ ബോധത്തിലാണോ അതോ കിളി പോയിട്ട് പറഞ്ഞതാണോ എന്ന് നമ്മൾ നോക്കും. ഇനി അതല്ല, ഈവൻ അത് കേട്ടാൽ പോലും അവിടെ പോലീസിനെ കൃത്യമായിട്ട് അറിയിക്കാനും ആ രാജ്യം അനുശാസിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നാ പറഞ്ഞിട്ടല്ല ഏടെ പാരമ്പര്യം. ഏത് രാജ്യത്താണോ ഉള്ളത്. അല്ലാണ്ട് ഇത് ഏടെ മീറ്റിംഗിൽ ഷെയർ ചെയ്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ പ്രവർത്തിക്കുകയാണ്. അല്ലാണ്ട് ക്രിമിനൽ പരിപാടികളെ മൂടി വെക്കാനുള്ള മൂടുപടമായിട്ട് ഉപയോഗിക്കുന്നതല്ല അനോണിമിറ്റി എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി മദ്യപാന പ്രശ്നമുള്ളതായി കാണുന്നവരോട് എൻ്റെ AI ബന്ധം ഞാൻ പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വേറൊരാള് കുടിയനാണ്, അയാളോട് ഞാൻ പറയേണ്ടതുണ്ടോ? അപ്പൊ അവിടെ പറയാണ്, വ്യക്തിപരമായ കാര്യമാണ്, അവരോട് പറയണോ വേണ്ടേ എന്നുള്ളത്. എന്നാലും ആൽക്കഹോളിക്സ് അനോണിമസ് പറയണത് എന്താണ്? നമ്മുടെ അന്തസത്ത എന്ന് പറയുന്നത് പങ്കുവെക്കലാണ്. ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരാൾ ത്രൂ ആണ് നമ്മളൊക്കെ കൂട്ടായ്മയിലേക്ക് വരുന്ന പലരും നമ്മുടെ AI കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ ആളുകളും പല രീതിയിലാണ്. ഇപ്പൊ റീഹാബിലിറ്റേഷൻ സെന്റർ ആണെങ്കിലും അവിടെയും ആളുകൾ പറയാറുണ്ട് AI കുറിച്ച്. ഏതെങ്കിലും ആളുകളാണ് നമ്മളോട് സൂചിപ്പിക്കാറുള്ളത്. അപ്പോ ഒരാൾക്ക് മദ്യപാന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പലപ്പോഴും. നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു കുടിക്കുന്ന റൂമിൽ അല്ലെങ്കിൽ മദ്യാസക്തർ എല്ലാ കുടിയന്മാരും
മദ്യാസക്തരല്ല നമ്മൾ അറിയണം. ഒന്ന്, എക്സസീവ് ആയിട്ട് മദ്യം കഴിക്കുന്നവരും മദ്യാസക്തരല്ല. അമിതമായിട്ട് മദ്യം എടുക്കുന്ന ആളുകളുണ്ട്, അവർ എക്സസീവ് ഡ്രിങ്കേഴ്സ് എന്ന് പറയാറുണ്ട്. അതേപോലെ സോഷ്യൽ ഡ്രിങ്കേഴ്സ് ഉണ്ട്, ചില ദിവസങ്ങളിലും അമിതമായിട്ട് മദ്യം കഴിക്കും, അവർ മദ്യാസക്തരല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ കുടി നിർത്തുമ്പോൾ നമ്മുടെ ഒപ്പം കുടിക്കുന്നവരൊക്കെ മദ്യാസക്തരാണ് നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള ഇടയുണ്ട് തുടക്കത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവര് വിലയിരുത്തുന്നത്. ഇനി അവര് നമ്മൾ മദ്യാസക്തരാണെന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ പോലും അവര് ഞങ്ങൾ മദ്യാസക്തരല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് വ്യക്തിപരമായ കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ വില പോവും. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ഒരു കുടിയനെ പിടിച്ചിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് തന്നെ മീറ്റിങ്ങിലേക്ക് കയറ്റി കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ബോധം ഉണ്ടാവില്ല, അയാൾക്ക് താല്പര്യമില്ലാണ്ട് അയാളെ കൊണ്ടിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നമ്മൾ മീറ്റിംഗ് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഒരു കാര്യവും അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു എന്താ പറയാ, നാളെ അവൻ കയറി വരുന്നുണ്ടെങ്കിൽ പോലും അവൻ ഇതിനെ പരിഹസിക്കുന്ന രീതി കാണും, മറ്റുള്ളവരോട് പരിഹസിക്കുന്ന രീതി പറയും. അതുകൊണ്ടല്ലേ പലപ്പോഴും നമ്മുടെ പഴമക്കാർ പങ്കുവെക്കാറുണ്ട്, ഒരാളെന്നെ അയാളുടെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നതും ആ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് അയാൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, അയാളുടെ കുടിയൊക്കെ നിർത്തി, അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് കുടിക്കാനായിട്ട് പിന്നെ പോയി. അയാൾ മീറ്റിങ്ങിന് പങ്കെടുത്തു, നിർബന്ധപൂർവ്വം അയാളെ കൊണ്ടുവന്ന അത്ര ഈ പഴമക്കാരൻ പറയാറുണ്ട്. അയാളുടെ മീറ്റിങ്ങിനൊക്കെ വന്ന് കുറെ ആൾക്കാരെ കണ്ട്, ഈ പുതുമക്കാരൻ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴമക്കാരൻ കുറച്ച് ഷെയറിംഗ് ഒക്കെ നന്നായിട്ട് ഇദ്ദേഹത്തിന്റെ കഥയൊക്കെ പറഞ്ഞ്. പക്ഷെ ഈ പഴമക്കാരൻ കുടി നിർത്തിയിട്ട് കുറെ വർഷങ്ങളായിരുന്നു അത്രേ. അദ്ദേഹം പിറ്റേ ദിവസം നല്ല അലക്കി ചേച്ച ഷർട്ടും പാൻറ്റൊക്കെ ധരിച്ച് വരുമ്പോ ഇവൻ കുറച്ച് ദിവസം കഴിഞ്ഞ് മീറ്റിംഗ് നിർത്തി, അതിൽ വരാതെ ഏറെ താല്പര്യമില്ല അവന്. അവൻ വീണ്ടും കുടി തുടങ്ങുന്നു. അവൻ അവിടെ അവന്റെ കൂട്ടുകാരുമായിട്ട് ആ കല്ലിങ്കിൽ ഇരുന്നുകൊണ്ട് ഈ പഴമക്കാരൻ പോകുമ്പോൾ ഇതാ പോണേണ്ട ഒരു പ്രമാണി, ഇവനൊക്കെ ഏത് ജാതി കുടിയാന്നൊക്കെ പറഞ്ഞ് അയാളെ കളിയാക്കാൻ ആരംഭിക്കുകയാണ്. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ പലപ്പോഴും പറയാറുണ്ട്, അയാള് ചെയ്ത ഒരു റോങ് 12 സ്റ്റെപ്പ് ആണെന്നുള്ള ഷെയറിംഗ് ആയിരുന്നു അത്. അപ്പൊ നമ്മൾ ഈ അനുഭവങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എവിടെ പറയണം, ആരോട് പറയണം, എങ്ങനെ പറയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. വ്യക്തിപരമാണ്, നിങ്ങൾക്കത് കുഴപ്പമില്ല, നാളെ ഇത്തരം അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് കുഴപ്പമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാം. അതുകൊണ്ട് ഇത് നമ്മൾ സ്പോൺസർമാരുമായിട്ട്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാം, അത് വളരെ ഉപകാരമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അഭിമാനബോധം വ്രണമാകുന്ന സാഹചര്യങ്ങൾ നാളെ ഉണ്ടാവുമോ എന്നാണ് നോക്കുക. നമ്മൾ ഏത് ആത്മീയ സ്ഥിതിയിലാണ്. ഇപ്പൊ നമ്മൾ പറയില്ല, ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥിതിയല്ല നാളെ നമ്മളെ കുറിച്ച് വേറെ വല്ല കാര്യവും കേൾക്കുമ്പോൾ ഉണ്ടാവുക. വളരെ പെട്ടെന്ന് മൂഡ് മാറി പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കളിയാക്കുമ്പോൾ നമ്മുടെ ആത്മീയതയൊക്കെ കാറ്റിൽ പറന്നുകൊണ്ടിരുന്നാൽ നമുക്ക് കുഴപ്പമുണ്ടാവും. മാത്രമല്ല, നാളെ ആ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവൻ തന്നെയോ നാളെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കയറി വരുമ്പോൾ അവിടെ അവനുമായിട്ടൊരു കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു മീറ്റിങ്ങിൽ നമ്മൾ ഇരിക്കേണ്ടതാണ്, നാളെ അവൻ വരേണ്ടവനാവും. അപ്പൊ സഹിഷ്ണുത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അപ്പൊ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആരോടെങ്കിലുമൊക്കെ ചർച്ച ചെയ്തിട്ടാണ് നമ്മളത് പറയേണ്ടതുള്ളത്. അവന് യഥാർത്ഥത്തിൽ മദ്യപാന പ്രശ്നമുണ്ടോ, അല്ലാണ്ട് വെറുതെ ഈ സന്ദേശത്തെ കൊടുത്ത് വില കളയലല്ല പ്രവർത്തനം. സന്ദേശം പകർന്നു നൽകുക എന്ന് പറയുന്നത് എങ്ങനെയാ, എല്ലാ ആൾക്കാരോടും കുടിയന്മാരെയൊക്കെ ബീവറേജിന്റെ മുന്നിൽ ഞാനൊക്കെ പണ്ട് ചെയ്ത പോലെ ഒപ്പത്തൊക്കെ അവിടെ ഇങ്ങനെ അവര് കള്ളുടിയന്മാരെ അവിടുന്ന് ഇത് വലിക്കുക, ഞാൻ പോയിട്ട് അവിടെ മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കുക, അതൊക്കെ തെറ്റായിരുന്നു. ബസ് സ്റ്റാൻഡിലും പരസ്യമായിട്ട് എന്തോ വലിയ സംഭവം ചെയ്ത പോലെയാ ബാറിൽ നിന്ന് ഇറങ്ങി അവരെ അടിക്കാത്ത ഭാഗ്യാന്ന് സത്യം പറഞ്ഞാൽ. അതൊക്കെ തെറ്റായി ഏതെങ്കിലും ആൾക്ക് വരാണ്ടെങ്കിൽ പോലും അവർക്ക് വരാൻ തോന്നാത്ത രീതിയിലുള്ള എന്റെയൊക്കെ തെറ്റായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടേക്ക്. ഈ കണ്ട കൊടിയന്മാരെ മൊത്തം ഇങ്ങ് എയിൽ എത്തിക്കുക എന്നുള്ള ആഗ്രഹം, പ്രവർത്തനത്തെ കുറിച്ച് കൃത്യമായി അറിയാതിരിക്കുക, സന്ദേശം പകർന്നു കൊടുക്കുക എന്നത് വളരെ കൃത്യമായി ചെയ്യേണ്ട ഒന്നാണ്. അതിന് എൻ്റെ ജീവന്റെ വിലയുണ്ട്, അത് ചെയ്യേണ്ട വിധമുണ്ട്, ആർക്ക് എങ്ങനെ എപ്പോൾ എന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ അത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു അധ്യായം തന്നെ അതിനുണ്ട്. എത്രയോ അധ്യായങ്ങൾ നമ്മൾ ബാക്കി ഭാഗങ്ങളിലൊക്കെ 1-ാം പടി മുതൽ പറയുന്നുണ്ട് എങ്ങനെ ആയിരിക്കണം സന്ദേശം പകർന്നു കൊടുക്കേണ്ടതെന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തീരുമാനം എടുക്കുക എന്നുള്ള കാര്യം. എല്ലാ കാര്യത്തിലും അങ്ങനെ നിർദ്ദേശങ്ങളും അനുഭവങ്ങളുമാണ് എപ്പോഴും പറയാറുള്ളത്. ഇനി
ഈ നമ്മുടെ സ്ഥിരമായി AI മീറ്റിങ്ങുകളുടെ സമയത്ത് എത്താനായിട്ട് നമ്മുടെ മേലധികാരികളോട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ AI-കാരനാണെന്ന് പറയാൻ പറ്റുമെന്നാണ് ചോദ്യം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്, ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളുടെ വ്യക്തിപരമായ പ്രാധാന്യം എന്നുള്ള രീതിയിൽ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യം എന്ന് പറയുന്നത് അനാമധേയത്വത്തിന് നിരക്കുന്നതല്ല എന്നാ പറയുന്നത്. അവിടെ ഏക്കാരനാണെന്ന് പറഞ്ഞ നേരത്തെ പോവുക. കാരണം നമ്മളെല്ലാ ആളുകളെയും പോലെ തുല്യരാണ്. അവിടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ ഏക്കാരനാണ് എന്ന നിലയിൽ പ്രത്യേക ആനുകൂല്യമൊന്നും മേടിക്കരുത്. നമ്മൾ മനസ്സിലാക്കണം, പുറത്തെ സമൂഹത്തിൽ നമ്മൾ അവർ പരിഗണിക്കുകയാണ്, നമ്മുടെ ഒരു കുറവാണ്, ഒരു കെമിക്കലിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏക്കാരനാണെന്ന് പുറത്ത് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച ആനുകൂല്യമൊന്നും പുറത്തുനിന്ന് കിട്ടില്ല. ഇവിടെ മോശമായിട്ട് കാണുന്ന ആളുകൾ, നമുക്കാണ് വലുത്, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. എന്നാൽ കരുതുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് നമ്മളെക്കുറിച്ച് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് മാത്രമാണ് നമ്മുടെ ഫെലോഷിപ്പ് വലുത്, അതിനെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പുറത്ത് ആവശ്യമില്ലാതെ അതിന്റെ പേര് കളയാതിരിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം അത് ആരും ചെയ്യേണ്ടത്, നമ്മൾ സ്വയം അംഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തമാണെന്നാണ് പറഞ്ഞിട്ട്. ഇനി നമ്മുടെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് അനോണിമിറ്റി പാലിക്കുക? നമുക്കൊക്കെ അറിയാം, ഇന്ന് വളരെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഓൺലൈൻ അല്ലെങ്കിൽ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് നമ്മളിത് പാലിക്കുക എന്നുള്ളത്. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, എനിക്കൊരു ഇന്റർനെറ്റ് വെബ്സൈറ്റ് ഉണ്ട്, എനിക്ക് എന്താ പറയുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും അടക്ക ഉള്ള അക്കൗണ്ട് ഉണ്ട്, പിന്നെ ഞാനൊരു ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, ഇന്റർനെറ്റിൽ ഞാൻ എൻ്റെ അനോണിമിറ്റി എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നുള്ള ചോദ്യം. അപ്പൊ അവിടെ നമ്മൾ പറയാണ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന പബ്ലിക് കാണുന്ന മുഴുവൻ കാര്യങ്ങളിലും, വെബ്സൈറ്റ് ആയിക്കോട്ടെ, നമ്മൾ അതിന്റെ ഗ്രാഫിക്കുകൾ ഇടുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, വീഡിയോ പ്രസിദ്ധീകരിക്കലായിക്കോട്ടെ, ഇതെല്ലാം നമ്മളുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് വരുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രക്ഷോഭണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. 1983 ജനറൽ സർവീസ് കോൺഫറൻസ് കൃത്യമായിട്ട് വീഡിയോ പ്രക്ഷോഭണത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്വേഡ് സംരക്ഷണമല്ലാത്ത വെബ്സൈറ്റിന് നമ്മൾ പ്രസ്, റേഡിയോ, TV അല്ലെങ്കിൽ സിനിമാ തലങ്ങളിൽ കാസൂക്ഷിക്കുന്ന അനോണിമിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു കാരണവശാലും, ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുഴുവൻ പേരോ തിരിച്ചറിയുന്ന ചിത്രമോ ഉപയോഗിച്ച് സ്വയം അംഗങ്ങളാണ് എന്ന് വെളിപ്പെടുത്തരുത്. പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സ്ഥലത്തും, നമ്മുടെ സ്റ്റാറ്റസിൽ പോലും പബ്ലിക് കാണുന്നുണ്ടെങ്കിൽ എയുടെ നമ്പറുകൾ ഏക്കാർ മാത്രമാണ് കാണുന്നത്, അവരെ മാത്രമാണ് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇത് ആരൊക്കെയാ കാണുന്നത്? നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള മുഴുവൻ പേരും കാണാറുണ്ട്. അതല്ല, ഇത് ഏക്കാർ മാത്രമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് പറയേണ്ടതാട്ടോ. ഇതൊന്നും ആരും ചോദ്യം ചെയ്യാനോ ആരുടെങ്കിലും മൊബൈൽ എടുത്തിട്ട് നമ്മൾ നോക്കാനോ മറ്റുള്ളവരെ വിലയിരുത്താനോ നമ്മൾ പറയില്ല. അതിനൊന്നും നമ്മൾ വരാറില്ല. നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെയാണ്. ഇതൊന്നും ഞാൻ പാലിക്കില്ല എന്നൊരാൾ പറഞ്ഞപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ആണ് സ്വയം നമ്മൾ പാലിക്കേണ്ട നമ്മുടെ ആണ്. നമ്മുടെ ഫെലോഷിപ്പിനോട് നമ്മൾ എങ്ങനെയാ കാണുന്നത്, നമ്മൾ എങ്ങനെയാ കാണിക്കുന്നത്, ഇത് നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ സ്വയം ആലോചിച്ചാൽ മതി. ഇതങ്ങനെ പ്രത്യേകിച്ച് ഇതിനെ രക്ഷാധികാരിയായിട്ട് ഒരാളോ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ നോക്കേണ്ടതൊന്നല്ല പാരമ്പര്യം. ഇത് ഓരോ വ്യക്തിയും, ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഇതല്ല വെല്ലുവിളിച്ചിട്ടൊക്കെ പാരമ്പര്യം അനോണിമിറ്റി പാലിക്കാതെ ഫോട്ടോ ഒക്കെ ഇറക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ഫെലോഷിപ്പിനോട് അത്രേ ഉള്ളൂ എന്നാ അത് കണക്കാക്കുക. അല്ലെങ്കിൽ ഇത് ആരെ തോൽപ്പിക്കാനാണ്? നമ്മൾ ആരാ പരസ്പരം ഈ ആകെ കുറച്ച് മധ്യാസക്തരാണ്, എന്നിട്ട് നമ്മൾ പരസ്പരം കടന്ന് മത്സരിക്കുകയാണോ? ആരാ അതിൽ തോൽക്കുക? നമ്മുടെ ഫെലോഷിപ്പിനാണ് മോശം ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ പേര് പറയുക. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മുടെ ഫെലോഷിപ്പ് അല്ലേ. ഞാനൊരു മധ്യാസക്തനാന്ന് പ്രഖ്യാപിക്കുമ്പോൾ എന്റെയാണ് അല്ലാണ്ട് യുടെ സർവീസിൽ നിൽക്കുന്ന ഏതെങ്കിലും ആൾക്കാരുടെ ആണോ?
ഇതൊക്കെ അതിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പപ്പോ വരുന്ന ആൾക്കാരല്ലേ. എന്ന് പറഞ്ഞ ആരുടെയാണ്? അത് എന്റെയാണ്, ഇനി വരാനിരിക്കുന്നവരുടെ കൂടിയാണ്. അവർക്ക് വേണ്ടി എന്റെ മുന്നേ കടന്നുപോയ ഓരോ പഴമക്കാരനും കൊണ്ട വെയിലാണ് എന്റെ തണൽ. ഞാൻ ഇന്ന് കൊള്ളുന്ന വെയിലുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി തണൽ ഒരുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇനി കടന്നു വരുന്നവർക്ക് വേണ്ടി എനെ കാത്തു സൂക്ഷിക്കണം. അത് ഞാൻ സൂക്ഷിക്കേണ്ടതാണ്. അല്ലാണ്ട് അതിന്റെ ചുമതലയുള്ള ആളുകളായിട്ട് പ്രത്യേകിച്ച് ആളുകളൊന്നുമില്ല. ഏതെങ്കിലും ആൾക്കാർ അത് മീറ്റിംഗ് നടത്താൻ കുറച്ച് ആൾക്കാരുണ്ടാവും. സർവീസിന്റെ കാര്യങ്ങൾ നടത്താൻ, അതിന്റെ PA വർക്ക് നടത്താനൊക്കെ കുറച്ച് ചുമതലപ്പെട്ടവരുണ്ട് പറഞ്ഞിട്ട് അവരുടെ ഉത്തരവാദിത്വം നല്ലത്. നമ്മുടെ ഓരോ അംഗങ്ങളും ഞാൻ അംഗമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണത്. ഈ പറയുന്ന കാര്യങ്ങളിൽ അനോണിമിറ്റി പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ മുഴുവൻ പേരോ തിരിച്ചറിയുന്ന ചിത്രമോ അപ്പൊ നമ്മുടെ മൊബൈലിൽ നിന്ന് അംഗമാണെന്ന നിലയിൽ ഒരു കാരണവശാലും ഒരു കാര്യവും വരരുത്. ഇപ്പൊ മദ്യാസക്തരുടെ കാര്യത്തിൽ പോലും പറയാറുണ്ട്, നിങ്ങൾക്ക് കുടി നിർത്തി എന്ന് നിങ്ങൾക്ക് എഴുതണം, സോഷ്യൽ മീഡിയയിൽ എഴുതാം, നിങ്ങൾക്കത് ആളുകളോട് അറിയിക്കാം. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന രണ്ടക്ഷരത്തെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പല ആളുകളും കുടി നിർത്തിയതിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കാറില്ല. അത് വ്യക്തിപരമായ കാര്യമാണ്. കുടി എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമാണ്. എന്ന ഫെലോഷിപ്പിനെ അവിടെ കൊണ്ടുവരരുത് എന്നാണ് പറയുന്നത്. ഇനി നമുക്കൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് ഇപ്പോൾ പല കാര്യങ്ങൾക്കായിട്ടുള്ള സൈറ്റോ അല്ലെങ്കിൽ ഇതായിട്ട് വരികയാണ്. അത് അവരുടെ മറ്റുള്ളവരുടെ അനോണിമിറ്റി നമ്മൾ പാലിക്കേണ്ടതുണ്ട് ആ സൈറ്റ് സന്ദർശിക്കുന്ന ആൾക്കാരെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഫേസ്ബുക്ക് അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ, അതേപോലെ ബ്ലോഗ് ചെയ്യുമ്പോൾ, ഫേസ്ബുക്ക് അടക്കമുള്ള സാധനങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കോൺഫറൻസിലാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാരനാണെന്ന് മനസ്സിലാവുന്ന ഒരു പശ്ചാത്തലത്തിലെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുക. ആ ഫോട്ടോ ഇട്ടതിന്റെ പുറകെ ഒരു 5 ഏക്കാർ പലപ്പോഴും ഈ പല പ്രസംഗത്തിന്റെ വേദിയിൽ ശരിക്കും അത് പലർക്കും അറിയില്ല കേട്ടോ. അത് പണ്ട് മുതലേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് പല സംഘടനയിലും ഈ പ്രസംഗിക്കുന്നതിന്റെ പീഠത്തിന്റെ തൊട്ടുമുന്നിൽ എന്നൊക്കെ എഴുതുന്നത് കണ്ടിട്ട് നമ്മുടെ ആൾക്കാർ ഇതൊക്കെ ചേർത്ത് നിർത്തും, പ്രാർത്ഥനകൾ തൂക്കിയിട്ട്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തൊക്കെയോ കണ്ടുപിടിച്ചു. നമ്മൾ പറയാറുണ്ട് ഈ ശ്രാദ്ധം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന പോലെ, പൂച്ചേനെ വെച്ച് ശ്രാദ്ധമുട്ടിയ പോലെ. ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇത് അവിടെ ചെയ്യണുണ്ട്, ഇവിടെയും ചെയ്യാം. ഇത് എന്തിനാ നമ്മൾ അറിയില്ല. പിന്നെ ഇത് മാറ്റാൻ പാടില്ല എന്നാ. ഇങ്ങനെയാണ് ഇപ്പൊ മീറ്റിങ്ങിന് ആദ്യം നമുക്കറിയാം പ്രാർത്ഥന ചെല്ലുന്ന സ്ഥലങ്ങളുണ്ട്, മൗന പ്രാർത്ഥന ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, പ്രാർത്ഥനയേ ഇല്ലാത്ത മീറ്റിംഗ് ഉണ്ട്, പ്രയാമ്പിള് ചെല്ലാത്ത മീറ്റിംഗ് ഉണ്ട്. ഇതെല്ലാം മേലുണ്ട്. പ്രാഥമിക ഉദ്ദേശത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക അവിടെയൊക്കെ. ചിലപ്പോൾ ലാസ്റ്റ് സെർനറ്റി പ്രയർ ചെല്ലും, ആ സെർനറ്റി പ്രയർ ചെല്ലാത്ത ആൾക്കാരുണ്ട്. ഇതെല്ലാം മേലുണ്ട്. ഇതെല്ലാം സംഘടിത പ്രസ്ഥാനമല്ല അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ കണ്ട് അപ്പൊ ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ അവിടെ എന്നുള്ള 2 അക്ഷരം പ്രസംഗ പീഠത്തിലുണ്ട്. നമ്മൾ നമ്മുടെ ഫോട്ടോ എടുത്തു, എന്നിട്ട് എന്റെ അനോണിമിറ്റി എന്റെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. തൊട്ടു പുറകിൽ ഞാനൊരു 10 ആളുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ, നിരന്ന് നിൽക്കുന്ന സെൽഫി, ഇതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും കാണുന്ന ആളുകളും അതിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അംഗങ്ങളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഞാനൊക്കെ നമ്മൾ പുറത്തു പോയിട്ടൊരു പരിപാടിക്ക് നിന്നാൽ തന്നെ പലർക്കും മനസ്സിലാവും ഇതെവിടെയാണ് നമ്മൾ പോയെന്നുള്ളത്. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെയും മറ്റുള്ളവരുടെ അനോണിമിറ്റി നമ്മൾ ഒരു കാര്യമില്ലാണ്ട് ബ്രേക്കപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ അറിയുന്നില്ല ഈ ഒരു നമ്മുടെ ആളുകളി, മറ്റുള്ളവരുടെ പോലും അനോണിമിറ്റി. നമ്മുടെ ആളുകളിയാണ് നമ്മുടെ രോഗം. അതുകൊണ്ട് തന്നെയാണ് അനോണിമിറ്റി പാലിക്കേണ്ടത് എന്നെ പോലെയുള്ള മദ്യാസക്തന്. കാരണം ഞാനൊക്കെ ഭക്ഷണം കഴിക്കേണ്ടതും അവിടെ പോണതും ഇവിടെ പോണതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്നിരുന്ന ആളാ. അവിടെ വളരെ ശ്രദ്ധിക്കാൻ എന്നെ പോലെയുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ അനോണിമിറ്റി അത് പാലിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ ഏതൊക്കെ തരത്തിൽ പൊതുജന മധ്യത്തിലേക്ക് നമ്മൾ കരുതുന്ന വേദികളിൽ നമ്മൾ മനഃപൂർവ്വമല്ലാതെ നേരത്തെ പറഞ്ഞ രീതിയിൽ മറ്റുള്ളവരുടെ അനാമധേയത്വം ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ ലംഘിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ അനോണിമിറ്റിയെ കുറിച്ച് നമുക്ക് പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അത് മലയാളം വരെ വന്നിട്ടുണ്ട്. ഗൈഡ് ലൈൻ നമ്മുടെ .org എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഓൺലൈനിൽ നമ്മളിത് പാലിക്കേണ്ടതെന്നുള്ള. ഇപ്പോഴും നമുക്ക് .org ഇംഗ്ലീഷ് കിട്ടും, മലയാളം തന്നെ നമ്മുടെ പല ഗ്രൂപ്പുകളിലും നമ്മുടെ ആളുകൾ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അനോണിമിറ്റി പാലിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നമ്മൾ പാലിക്കേണ്ട ഒന്നാന്ന് പറയേണ്ടത്. അതേപോലെ അനോണിമിറ്റി നമ്മുടെ TV, സിനിമ, വെബ്കാസ്റ്റ് അംഗം എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചിത്രം, ന്യൂസ് പേപ്പർ, മാഗസീൻ, ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾ എന്നതിൽ മുഴുവൻ പേരില്ലാതെ ഉപയോഗിക്കാൻ അനുവദിക്കുന്നതോ അനാമധേയത്തെ ലംഘനമായിട്ട് കണക്കാക്കുമെന്ന ചോദ്യം. തീർച്ചയായിട്ടും അത് കണക്കാക്കപ്പെടും.
നമ്മുടെ AI അംഗങ്ങളുടെ മുഖം വ്യക്തമാകുന്നതോ എളുപ്പത്തിൽ തിരിച്ചറിയപ്പെടുന്നതോ ആയ ചിത്രങ്ങൾ AI അംഗമാണ് എന്ന് വെളിപ്പാക്കുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ പ്രക്ഷോഭണം ചെയ്യുന്നതോ മുഴുവൻ പേര് നൽകിയിട്ടില്ലെങ്കിലും അനാമധേയത്തെ ലംഘനമായിട്ട് കണക്കാക്കുന്ന പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ നമ്മുടെ പേരൊന്നും ഉപയോഗിച്ചുള്ള നമ്മുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവിടെ AA അംഗത്വം ഏതെങ്കിലും തരത്തിൽ AA അംഗത്വം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു, എയുടെ പരിപാടിയാണ് എന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് വന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായി, നമുക്കവിടെ അനോണിമിറ്റി ലംഘനമായിട്ട് കണക്കാക്കപ്പെടുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പബ്ലിക് ഇൻഫർമേഷന്റെ ഫോട്ടോ പോലും പലപ്പോഴും AI കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കവിടെ വാർത്ത കൊടുക്കുമ്പോൾ പോലും നമ്മൾ ഫോട്ടോ എടുക്കാതിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ആളുകൾ. അത് ഒരു ഇതാണ്, വ്യക്തിപരമായിട്ടാണ്. അവിടെ നമ്മൾ AI അംഗമായിട്ടല്ല ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്തിനാ നമ്മൾ ഈ അനോണിമിറ്റി പാലിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. അവിടെയാണ് പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയില്ലേ ഓരോ അംഗങ്ങളും വിശ്വസ്ത സേവനം, നാളെ അവിടെ മത്സരങ്ങൾ ഉണ്ടാവാതിരിക്കും. പബ്ലിക്കിൽ പോകുമ്പോൾ നമ്മുടെ ഫെല്ലോഷിപ്പാണ് വരേണ്ടത്. അവിടെ നമ്മളവിടെ ഷെയർ ചെയ്യുന്നതൊക്കെ അംഗം എന്നുള്ള രീതിയിലൊന്നുമല്ല. അപ്പൊ പല സ്കൂളുകളിലും നമ്മുടെ PI വർക്ക് മലപ്പുറം ജില്ലയിലൊക്കെ നടന്ന പഴമക്കാർ പറയാറുണ്ട്, അവിടെയൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ തമാശ രീതിയിൽ ആൽക്കഹോളിക്സ് അനോണമസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വളരെ 10-36 സ്കൂളുകളിൽ ഇനിയും അതിന്റെ പരിപാടികൾ വളരെ വിശാലമായിട്ട് ഇപ്പൊ നടക്കാൻ പോവുകയാണ്. ആൽക്കഹോളിക്സ് അനോണമസിന്റെ വലിയൊരു സേവന നടക്കാൻ പോകുന്നത്. അപ്പൊ അവിടങ്ങളിലൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവർക്കുണ്ട്. അവിടെ ഒന്നും തന്നെ AA അംഗമാണെന്നോ ഏക്കാരാണെന്നോ എന്നല്ല. NSSന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ അതിനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ AA അംഗങ്ങൾ PI പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ അത് വളരെ വ്യക്തമാണ്. അപ്പൊ ഒരു ഫോട്ടോ പോലും നമ്മൾ പരസ്പരം മത്സരിക്കാതിരിക്കാൻ, ആളുകൾ ഇല്ലാതിരിക്കാനൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. ഒപ്പം നമ്മുടെ അനോണമിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക അസ്ഥിവാരമായിട്ട് തന്നെ നമ്മൾ പാലിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ നിർത്തുന്നു. അടുത്ത ആഴ്ച ബാക്കി ഭാഗം കൂടി പറഞ്ഞ് ഈ പാംലെറ്റ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിഭാവനം ചെയ്ത് സുബോധാശംസിച്ചുകൊണ്ട് എന്നെ കേട്ടിരുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഉണ്ണിച്ചേട്ടാ. താങ്ക് യു.